بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كلا نمد هؤلاء وهؤلاء من عطاء ربك وما كان عطاء ربك محظورا انظر كيف فضلنا بعضهم على بعض وللآخرة أكبر درجات وأكبر تفضيلا لا تجعل مع الله إلها آخر فتقعد مذموما مخذولا صدق الله العلي العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين إن العبد ليبلغ بحسن خلقه عظيم درجات الآخرة وشرفات المنازل وإنه لضعيف العبادة وإنه ليبلغ بسوء خلقه أسفل درجة في جهنم صدق شفيعنا رسول الله صلى الله عليه وسلم إذا أنت لم ترحل بزاد من التقى ولاقيت بعد الموت من قد تزودا صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية ബഹുവന്യരായ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, സ്നേഹസമ്പന്നരായ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇസ്രായിലൂടെ നമ്മെ പഠിപ്പിച്ച ഒരുപാട് വിഷയങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലായി നാം ചർച്ച ചെയ്തു വന്നു. ആ വിഷയങ്ങൾക്കൊക്കെ ഒരു പരിസമാപ്തി എന്നോണം ഇന്ന് ഓതി വെച്ച 3 ആയത്തുകൾ വിശദീകരിച്ച് അവസാനിപ്പിക്കും. പരലോക ജീവിതത്തിൽ വിശ്വാസികൾക്ക് ലഭിക്കുന്ന സ്ഥാനമാനങ്ങൾ, അതിൻ്റെ വലുപ്പം, മഹത്വം ഊന്നിപ്പറയുകയാണ് ഇന്ന് നമ്മുടെ ചർച്ചാ വിഷയം. നമ്മളാരും ഊഹിച്ചാലും എത്താത്ത അത്രയും വലിയ സ്ഥാനമാനങ്ങൾ അല്ലാഹു തആല
വിശ്വാസികൾക്ക് വേണ്ടി സജ്ജമാക്കിയിരിക്കുകയാണ്. അവിടേക്ക് എത്താനും അതിന് അർഹരായി തീരാനുമുള്ള ശ്രമങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ഉണ്ടാകേണ്ടത്. 22 ആയത്തുകളാണ് ഇന്ന് നാം ചർച്ച ചെയ്ത് നിർത്തുന്നത്, ഇന്നത്തേതടക്കം. ശേഷമുള്ള ഭാഗങ്ങളിൽ ഓരോ ആയത്തുകളിലും തന്നെ ഒരുപാട് വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ചർച്ചകൾ വരുന്നുണ്ട്. സൗകര്യപ്രദമാം വിധം നാം ഓരോരുത്തരും അത് പഠിക്കുകയും ഗ്രഹിക്കുകയും വേണം. പരിശുദ്ധ ഖുർആൻ നമ്മോട് ചിന്തിക്കാൻ പറയുന്ന വിഷയങ്ങൾ ചിന്തിക്കുകയും ഉൾക്കൊള്ളാൻ പറയുന്നത് ഉൾക്കൊള്ളുകയും നന്നായി ആഴത്തിൽ പഠിക്കാൻ പറയുന്നത് പഠിക്കുകയും വേണം. ഒരു തവണയല്ല പല തവണ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു ആയത്തിന്റെ തന്നെ വ്യാഖ്യാനം ചോദിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഖിറാഅത്ത് അറിയപ്പെട്ടത് 7 ശൈലിയാണല്ലോ. അറിയപ്പെടാത്തൊരു 3 കൂട്ടിയിട്ട് 10 ശൈലിയിലെ ഖിറാഅത്ത്. സബഈയായ ഖിറാഅത്ത് അറിയുന്ന ആളുകൾ ഇന്ന് കേരളത്തിൽ ഒരുപാട് വളർന്നു വരുന്നുണ്ട്. അള്ളാഹു ഇനിയും ഇനിയും ഉത്തരോത്തരം അവരെ ഉയർത്തുമാറാകട്ടെ. ആ പഠിച്ച ആളുകൾ നമ്മുടെ ഇടയിൽ ഉണ്ടാകുക എന്നത് തന്നെ നമ്മുടെ ഒരു ഭാഗ്യമാണ്. എങ്ങനെ അങ്ങനെ 7 ഖിറാഅത്ത് വന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവിധ സന്ദർഭങ്ങളിൽ വിവിധ ഗോത്രക്കാരുമായി ബന്ധപ്പെട്ട് ഓതിക്കൊടുത്തപ്പോ അവർക്ക് ഉച്ചരിക്കാൻ എളുപ്പമാകുന്ന തരത്തിൽ ഹർഫുകൾ മാറ്റിയിട്ടല്ല, അക്ഷരങ്ങൾ മാറ്റിയിട്ടല്ല, ഹർക്കത്തുകളിൽ ചെറിയ മാറ്റങ്ങൾ വന്ന് അർത്ഥം മാറൂല, ഖിറാഅത്ത് നടത്തിയിട്ടുണ്ട്. ഫാത്തിഹ സൂറത്തിൽ തന്നെ സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം എന്ന് നമ്മൾ ഓതുമ്പോ നമ്മളെ നാട്ടില് മർക്കസ് സമ്മേളനത്തിൽ വന്ന ആൾക്കാർ അലൈഹും എന്ന് ഓതിയിരുന്നു. വേറെ ചില നാട്ടില് അലൈഹിമൂ എന്ന് ഓതുന്നു. ഇതൊക്കെ ഒരേ അർത്ഥമാണ്, പക്ഷേ ഖിറാഅത്തിന്റെ ശൈലി വ്യത്യാസം. ഇത് അന്ന് തന്നെ ഉണ്ട്, പിന്നീട് ഊഹിച്ചുണ്ടാക്കിയതൊന്നല്ല. അതിനൊരു തെളിവാണ് സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു പ്രദേശത്തൂടെ പോകുമ്പോ ഒരു സ്വഹാബി ഖുർആൻ ഓതുന്നു. എവിടെ ഖുർആൻ ഓതുന്ന കേട്ടാലും മഹാനവറുകൾ നിൽക്കും. ഖുർആൻ കേൾക്കാൻ ഒരു വല്ലാത്ത ഒരു സന്തോഷമാണല്ലോ മുഅ്മിനീങ്ങൾക്ക്. ഇന്നും ഖുർആൻ കേൾക്കുന്ന ആളുകൾക്ക്, ഖുർആനുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക് കുറച്ചേരം അത് കേൾക്കുക എന്ന് പറഞ്ഞ ഒരു സന്തോഷം. അത് കുട്ടികൾ ഓതിയാലും വലിയവർ ഓതിയാലൊക്കെ കേൾക്കാനൊന്നും. നല്ല ഖിറാഅത്തുള്ള പള്ളികളിലാണല്ലോ ഇന്ന് നമ്മൾ കാണുന്നു തിരക്ക് കൂടുതലുണ്ടാവും നിസ്കരിക്കാൻ ആളുകൾ. ഒരുപക്ഷെ അവര് ടൗണിന്റെ ഏതോ ഭാഗത്ത് വാഹനം വെച്ച് ഇങ്ങോട്ട് നടന്നു വരികയായിരിക്കും ഒരു 10 മിനിറ്റ്. അപ്പുറത്തൊന്നും പള്ളിയില്ലാഞ്ഞിട്ടല്ല, പിന്നെ ഓത്ത് നല്ല റാഹത്തോടെ കേട്ട് നിസ്കരിക്കാൻ. അതിന് 5 മിനിറ്റ് നടന്നാലും കുഴപ്പമില്ല. ഒരു ഫാത്തിഹയും ഒരു സൂറത്തൊക്കെ കേൾക്കുമ്പോൾ ഒരു മഗ്രിബ് അങ്ങോട്ട് റെഡിയായി കിട്ടിയ ഒരു സന്തോഷം അതിന് വരും. ജുമുഅക്കുണ്ട് അങ്ങനെ. ജുമുഅക്ക് എത്ര സ്ഥലങ്ങളിൽ അങ്ങനെ ഉണ്ട്. നിങ്ങളെന്താ ജുമുഅക്ക് ഇവിടെ കൂടാൻ വന്നത്? ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും കൊണ്ട്. നിങ്ങളുടെ നാട്ടിൽ പള്ളിയില്ലേ? പള്ളിയൊക്കെ ഉണ്ട്, മഹല്ലും ഉണ്ട്, ഖബർസ്ഥാനും ഉണ്ട്. പിന്നെന്തെങ്കിലും നിങ്ങളെ വീട്ടിൽ നിന്ന് എത്ര ദൂരം ഉണ്ട് ഇങ്ങോട്ട്? 15 കിലോമീറ്റർ. സുബ്ഹാനല്ലാഹ്, 15 കിലോമീറ്റർ നിങ്ങൾ എല്ലാ വെള്ളിയാഴ്ച. അത് ഉസ്താദേ ഒരു റാഹത്ത് വെള്ളിയാഴ്ച. ഈ ഖുത്ബയും നിസ്കാരം കൊണ്ട് കഴിഞ്ഞാൽ മനസ്സിനൊരു വല്ലാത്ത സന്തോഷം നിർവഹിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകം ഖിറാഅത്ത്, മനസ്സിനെ സ്വാധീനിക്കുന്ന ഓത്ത്. ഖുർആന്റെ ഓത്ത് കേട്ടിട്ട് തന്നെ പൊട്ടിക്കരയുന്നവരുണ്ട്, അർത്ഥം അറിയാതെ തന്നെ. ഓത്തിന്റെ ശൈലിയുണ്ട്.
ഞാൻ പറഞ്ഞു വന്നത് ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പോകുമ്പോൾ ഒരു സ്വഹാബിന്റെ ഓത്ത് കേൾക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്നു, എന്ത് ഓത്ത ഓതുന്നത്? ഇതേ സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് ഓതി തന്നത് ഇങ്ങനെയല്ലല്ലോ, ഇത് ഹർക്കത്തൊക്കെ മാറ്റണ്ടല്ലോ. നേരെ അങ്ങോട്ട് കയറി, എവിടുന്നാ യോത്ത് പഠിച്ചു? അപ്പൊ ആ സ്വഹാബി പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി തന്നാണ്. ഉമർ റളിയല്ലാഹു അൻഹു പിടിച്ചു കൊണ്ടുപോയിട്ട് പറഞ്ഞു, നബിയെ, എനിക്ക് തങ്ങൾ ഓതി തന്നതല്ലാത്ത രൂപത്തിൽ ഈ സ്വഹാബി ഓതുന്നത് കേട്ട് ഞാൻ കൊണ്ടുവന്നാണല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, നിങ്ങളൊന്ന് ഓതിന്നോ? ഉമർ റളിയല്ലാഹു അൻഹു കൊണ്ടുവന്ന സ്വഹാബിയോ തങ്ങളെ മുന്നിൽ വെച്ച് ഓതിക്കൊടുത്തു. ഓത്ത് ഫുള്ള് കേട്ട ശേഷം തങ്ങൾ പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹു നിങ്ങൾ ഓതിന്നോ? ഉമർ റളിയല്ലാഹു അൻഹു ഓതി. അപ്പൊ ആ സ്വഹാബിയും കേട്ടു. ഈ കേൾപ്പിക്കുന്നതിന്റെ പിന്നിൽ വേറൊരു തത്വമുണ്ട്. എന്താണ്? ആ ഖിറാഅത്ത് പഠിപ്പിക്കണം. രണ്ടുപേർക്കും അപ്പുറത്തും ഇപ്പുറത്തുള്ള ഓത്ത് പഠിപ്പിക്കണം. കഴിഞ്ഞ ശേഷം തങ്ങൾ തീരുമാനം പറഞ്ഞു, ഹാക്കദാ ഉൻസിലത് വഹാക്കദാ ഉൻസിലത്, ഇങ്ങനെയും ഇറക്കപ്പെട്ടിട്ടുണ്ട്, ഇങ്ങനെയും ഇറക്കപ്പെട്ടിട്ടുണ്ട്. രണ്ടു ഓത്തും ശരിയാണ്. അർത്ഥങ്ങൾക്ക് മാറ്റല്ല, ആശയങ്ങൾക്ക് മാറ്റല്ല. വിശുദ്ധ ഖുർആന്റെ ഒരു സൗന്ദര്യമാണ്. അതേ രൂപത്തിൽ തന്നെ ഖുർആനിന്റെ അർത്ഥതലങ്ങളും പ്രവിശാലമാണ്. നമ്മൾ എത്ര അതിൽ വീണ്ടും വീണ്ടും ആയത്തിൽ പ്രവേശിച്ചാലും തീരുന്നതല്ല വിശദീകരണങ്ങൾ. നമ്മൾ ഈ പറയുന്ന വിശദീകരണങ്ങളൊന്നും ഇതിന്റെ മുഴുവനായിട്ടുമുള്ള ഭാഗം അല്ല. ഇതിന്റെ ചെറിയൊരു വശം മാത്രമേ നമ്മൾ സ്പർശിക്കുന്നുള്ളൂ. വേറെയും വിശദീകരണങ്ങൾ ഇതേ ആയത്തുകൾ വിശദീകരിച്ച് വിവിധ സ്ഥലങ്ങളിൽ നമ്മൾ മുഴുവനായിട്ടും മറിച്ചു നോക്കണം, അപ്പോഴേ തിരിയുള്ളൂ. നമ്മൾ ഈ കൊണ്ടുവന്ന ആയത്തിൽ തന്നെ വേറെ പല സ്ഥലങ്ങളിലും വിവിധ തെളിവുകൾക്ക് വേണ്ടി ഉദ്ധരിക്കുകയും വിവിധ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ ആയത്ത് കൊണ്ട് തന്നെ, ഈ ഖുർആനിന്റെ ആയത്ത് കൊണ്ട് തന്നെ ഹുക്കുമും വിധികൾ, ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ, ഈ ഖുർആനിന്റെ ആയത്ത് കൊണ്ട് തന്നെ അറബി വ്യാകരണ ശാസ്ത്രത്തിന്റെ വിധികൾ, ഈ ഖുർആനിന്റെ ഈ തഫ്സീർ കൊണ്ട് തന്നെ സാധാരണ ജനങ്ങൾക്കിടയിലുള്ള സ്വഭാവങ്ങളിലുള്ള മാറ്റങ്ങളും അതിന്റെ പരിവർത്തനങ്ങളും, ഇതെല്ലാം ആയത്തുകൾക്കിടയിലൂടെ ആത്മീയപരമായ സൂചനകളും വിശദീകരണങ്ങളും, പിന്നെ ചരിത്രവും അതിന്റെ ഗുണപാഠങ്ങളും എന്തെല്ലാമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത്. പിന്നെ അതൊക്കെ കൂടി നമ്മൾ പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരായത്തല്ലേ ചർച്ച ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ ഹ്രസ്വമായിട്ട് ഒന്ന് ആശയം പഠിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. മുഴുവനായും ഖുർആനിന്റെ അർത്ഥങ്ങൾ ഗ്രഹിച്ചു പഠിച്ചു എന്ന് ആർക്കും തോന്നരുത്. നമുക്കങ്ങനെ അവകാശവാദം തന്നെ ഇല്ല, അങ്ങനെ കഴിയൂല. കൂടുതൽ പഠിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. പരിശുദ്ധ ഖുർആൻ നന്നായി പഠിച്ച് ഖുർആനുമായി ഖൽബിന് നല്ല ബന്ധമുണ്ടാക്കാൻ അല്ലാഹു തആല നല്ല കഴിവേറ്റി തരട്ടെ. ഖുർആനുമായിട്ട് നമ്മൾ ഖുർആൻ ഇങ്ങനെ പഠിച്ച് ഓതുമ്പോ അതിന്റെ അർത്ഥം ഇങ്ങനെ മനസ്സിലൂടെ ഇങ്ങനെ ഓടുകയാണെങ്കിൽ ജീവിതത്തിന്റെ എല്ലാ തിരക്കും മറന്നുപോകും. അത്ര വലിയ ഒരു സൗന്ദര്യം വേറെയില്ല. ഖുർആനിന്റെ അർത്ഥം ഗ്രഹിച്ചു നിൽക്കുന്ന ഒരാള് ഹറമിലെ ഇമാമിനെ പോലെ തെർത്തീലായി, രണ്ട് ഹറമുകളിലെയും ഇമാമിനെ പോലെ തെർത്തീലായി ഓതുന്ന ഒരു ഓത്ത് 2-3 മണിക്കൂർ ഇങ്ങനെ ഖിയാമുൽ ലൈൽ പോലെ ഇങ്ങനെ നിന്ന്, ഊരക്കും കാൽമുട്ടിനൊക്കെ വേദന ഉള്ള ആളാണ്, വേദന ഒന്നും അറിയില്ല. കാരണം ആ അർത്ഥത്തിൽ അയാൾ അലിഞ്ഞു ചേർന്നുപോയി. നിസ്കാരം കഴിയുമ്പോ അയാളെ മനസ്സിൽ എത്ര പെട്ടെന്ന് തീർന്നു വന്നാണ്. പരിശുദ്ധ ഖുർആൻ നമ്മൾ അവിടെ ഹറമിൽ പോയി തറാവീഹിന് കൂടുമ്പോ പ്രായം ചെന്ന അറബികൾ കരയുന്ന കരച്ചിൽ കാണാം. സുബ്ഹാനല്ലാഹ്, നമ്മുടെ നാട്ടിലൊന്നും അത്ര പ്രായമുള്ള ആളുകൾ ഇത്ര ദീർഘമായൊരു നിസ്കാരത്തിനും വരൂല. അവര് വാഹനത്തിൽ വന്ന് ഇറങ്ങി വടിയും കുത്തിപ്പിടിച്ച് പെട്ടെന്നൊന്നും പിന്നെ ആളുകൾ വന്ന് തിരക്കാത്തൊരു ഭാഗത്ത് ഒതുങ്ങി നിന്ന്
ചിലപ്പോഴൊക്കെ ഒരു റക്കായത്ത് നിന്ന് അടുത്ത റക്കായത്ത് ഇരുന്ന് അങ്ങനൊക്കെ നിസ്കരിക്കും. എന്നിരുന്നാലും അവർക്ക് യാതൊരു ക്ഷീണവും കാര്യവും അനുഭവപ്പെടുന്ന ഒരു പ്രവർത്തനങ്ങൾ അവരിൽ നിന്ന് കാണാത്തത് പരിശുദ്ധ ഖുർആനിന്റെ സൗന്ദര്യത്തിൽ, ആശയ സൗന്ദര്യത്തിൽ കുറച്ചെങ്കിലും ഖൽബിനെ ബന്ധിപ്പിച്ചതുകൊണ്ടാണ്. ഇമാമുൽ ആലം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു രാത്രി മുഴുവനും 4 പതിറ്റാണ്ട് കാലം, 40 കൊല്ലക്കാലം ഇശാ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് സുബഹിന്റെ ജമാഅത്തിന് പള്ളിയിൽ പോകുന്നതിന്റെ തൊട്ടു മുമ്പുള്ള സമയം വരെ അങ്ങനെ നിസ്കരിക്കും. അപ്പം അടുത്ത അയൽവക്കത്തൊരു കുട്ടി മഹാനവറുകൾ വഫാത്തായെന്ന് ചോദിച്ചു ഉമ്മയോട്, ഉമ്മ, ആ വീട്ടിന്റെ മേലെ ഒരു തൂണ് കാണാറുണ്ടല്ലോ രാത്രി, ഇപ്പൊ എന്താണ് ആ തൂണ് അവിടെ കാണാത്തത്? മോനെ, അത് തൂണല്ല, അത് ഇമാമുൽ ആദം അബൂ ഹനീഫ് റളിയല്ലാഹു അൻഹുവിന്റെ നിസ്കാരത്തിലുള്ള നൃത്തമാണ്. 40 കൊല്ലം ഇത്രയും ദീർഘിച്ച നൃത്തത്തിൽ എന്താണ് സഹോദരങ്ങളെ മറ്റു വിഷയങ്ങളിലേക്കൊന്നും, ഒരു ക്ഷീണത്തിലേക്കോ ഉറക്കിലേക്കോ ഒന്നും പോകാതെ പിടിച്ചു നിർത്തിയത് എന്താണ്? വിശുദ്ധ ഖുർആനിന്റെ അർത്ഥസാഗരമാണ് പിടിച്ചു നിർത്തിയത്. ഇദാ സുൽസിലത്തി സൂറത്തു സൽസല ഇമാമിന്റെ കൂടെ കേട്ടിട്ട് സുബ്ഹി വാങ്ക് വിളിക്കാൻ വരുന്ന മുഅദ്ദിൻ പള്ളിയിലെത്തുന്ന നേരത്തും ആ സൂറത്തിന്റെ അർത്ഥങ്ങൾ ചിന്തിച്ച് ആ നിൽക്കുന്ന നൃത്തത്തിൽ എല്ലാവരും വീട്ടിൽ പോയി സുബ്ഹിക്ക് വരാനായ സമയത്തും താടിക്ക് പിടിച്ചുകൊണ്ട് അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്ന ഇമാമുൽ ആദം തങ്ങളെയാണ് മുഅദ്ദിൻ കാണുന്നത്. അല്ലാഹുവേ, യാ മൻ യജ്സി ബിമിസ്ഖാലി ദർറത്തി ഖൈറിൻ ഖൈറാ വയാ മൻ യജ്സി ബിമിസ്ഖാലി ദർറത്തി ശർറിൻ ശർറാ അജിർ അബ്ദക നുഅ്മാന മിനൻ നാർ. ഒരു ചെറിയ തൂക്കം, ഏറ്റവും ചെറിയ തൂക്കം നന്മക്ക് നന്മയും തിന്മക്ക് തിന്മയും ഫലം കൊടുക്കുന്ന അല്ലാഹുവേ, നിന്റെ പാവപ്പെട്ട അടിമയായ നുഅ്മാനിനെ നരകത്തിൽ നിന്ന് നീ കാക്കണേ എന്ന് നനഞ്ഞ് കുതിർത്ത താടിയിലൂടെ വെള്ളം ഉറ്റി ഉറ്റി വീണുകൊണ്ട് ഇമാമുൽ ആദം തങ്ങൾ പറയുമ്പോ, മുഅദ്ദിൻ വന്ന് വിളക്ക് കത്തിക്കുമ്പോ ഇമാം അവർകൾ പറയുന്നത്, നിങ്ങൾ വിളക്കെടുത്ത് കെടുത്തണ്ട, ഞാൻ പോകുമ്പോൾ കെടുത്തി പോകാം. അപ്പൊ മുഅദ്ദിൻ പറഞ്ഞു, ഉസ്താദേ, സുബ്ഹി വാങ്ക് കൊടുക്കാൻ വന്നതാണ്, ഞാൻ വീട്ടിൽ പോയി വന്നതാണ്. എത്ര മണിക്കൂർ, ആ മണിക്കൂറൊക്കെ എത്ര പെട്ടെന്ന് കഴിഞ്ഞു എന്നുള്ള ഒരവസ്ഥയിലേക്ക് മനസ്സിനെ ഉണർത്തിയത് പരിശുദ്ധ ഖുർആനിന്റെ ആശയഖനിയാണ്. ഖുർആനിന്റെ ചെറിയ സൂറത്തല്ലേ സൂറത്തു സൽസല, എന്നും ഓതൽ സുന്നത്തുള്ള സൂറത്തുകളിൽ ഒരു സൂറത്താണ്. ഫത്തുൽ മുഈൻ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നും ഓതൽ സൂറത്തുള്ള സുന്നത്താണ് സൂറത്തു സൽസല, ഇദാ സുൽസിലത്ത്. പെട്ടെന്ന് ഓതി തീരാനേ ഉള്ളൂ. പക്ഷേ ആ ഇദാ സുൽസിലത്തിലെ ആയത്തുകളിൽ ചിന്തിച്ച് എത്ര നേരമാണ് സൗന്ദര്യത്തോടെ കഴിച്ചുകൂട്ടിയത്. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഞാൻ ഇമാമുൽ ആദം തങ്ങളെ വിഷയം പറയുമ്പോൾ നിങ്ങൾ ധരിക്കരുത് ഇത് പുരുഷന്മാർക്ക് മാത്രമുള്ള പ്രത്യേകതയാണ്. അല്ല, ബീവി അസ്മാ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം ഇമാം നബി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നുണ്ട്. ഉബൈദ് ബിൻ ഹംസ റളിയല്ലാഹു അൻഹു പറയുന്നു, അസ്മാ ബീവിന്റെ വീട്ടിന്റെ പരിസരത്തുകൂടെ ഞാൻ പകൽ സമയത്ത് പോകുമ്പോ മഹദി സൂറത്തു തൂറിലെ ഒരായത്ത് ഇങ്ങനെ ആവർത്തിച്ചു ഓതുന്നു, ആവർത്തിച്ച് ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ് സമൂം. അല്ലാഹു നമുക്ക് വലിയ ഗുണം ചെയ്യണം. സ്വർഗീയസ്ഥരായ ആളുകൾ സ്വർഗത്തിൽ വെച്ച് പരസ്പരം സന്തോഷം പറയുന്ന വചനങ്ങളാണത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഫമന്നല്ലാഹു അലൈനാ, അല്ലാഹു നമുക്ക് വലിയ ഗുണം ചെയ്തു. വവഖാനാ അദാബസ് സമൂം, വിഷലിപ്തമായ നരകശിക്ഷ ഒന്നുകിൽ അല്ലെങ്കിൽ രോമക്കുത്തുകളിലൂടെ തുളച്ചു കയറുന്ന നരകശിക്ഷ അല്ലാഹു നമുക്ക് കാത്തു രക്ഷിച്ചു എന്ന ആയത്ത് ബീവി അസ്മ റളിയല്ലാഹു അൻഹ ഓതുകയാണ്.
ഉബൈദ് ബിൻ ഹംസ റളിയല്ലാഹു അൻഹു പറയാൻ, ഞാൻ ആ വീട്ടിന്റെ പരിസരത്തൂടെ പോകുമ്പോൾ ആയത്താ കേൾക്കുന്നത്. മദീനയിലെ മാർക്കറ്റിൽ ചെന്ന് സാധനങ്ങളൊക്കെ വാങ്ങി കുറെ നേരം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും ഇതേ ആയത്താണ്. ആയത്ത് അടുത്ത ആയത്ത് തുടങ്ങിയിട്ടില്ല. നിങ്ങൾ നോക്കാ, ബീവി അസ്മാ റളിയല്ലാഹു അൻഹയുടെ മനസ്സും ശരീരവും മുഴുവനും ആ ആയത്തിന്റെ ആന്തരിക അർത്ഥങ്ങളിൽ അലിഞ്ഞു ചേർന്നത്. എത്ര നേരമാണ് ആ ഒരു സുഖം! അത് വല്ലാത്തൊരു സുഖമാണ്. ഖുർആൻ പഠനം കൊണ്ട് അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇനി ഒന്നുമില്ലെങ്കിൽ ഞാൻ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരീ സഹോദരങ്ങളോട് ഇന്ന് സമാപനമായതുകൊണ്ട് ഒരു ഉപദേശമല്ല, ഒരു അപേക്ഷ പറയട്ടെ. ഖുർആനിൽ നമുക്കറിയാവുന്ന ജന്നത്ത്, നാറ് എന്നുള്ള പദങ്ങളൊക്കെ വരുമ്പോ ഒരല്പനേരം നമ്മളൊന്ന് ചിന്തിക്കണം. എല്ലാ വെള്ളിയാഴ്ചയും സൂറത്തുൽ കഹ്ഫ് ഓതുന്ന നല്ല നല്ല ഉമ്മമാരുണ്ട്. അവർക്കും അത് സുന്നത്തുണ്ട്. പുരുഷന്മാരും ഓതണം. കഴിയാണെങ്കിൽ 3 പ്രാവശ്യം ഓതണം. ഓതുമ്പോ ഒരു 2 പേജ് അങ്ങോട്ട് മറിച്ചാലുണ്ടല്ലോ, ഇന്നാ അഅ്തദ്നാ ലിൽളാലിമീന നാറാ, അക്രമികൾക്ക് നാം നരകം തയ്യാറാക്കി വെച്ചിരിക്കുന്നു. സൂറത്തുൽ കഹ്ഫിൽ നരകത്തെ പറ്റി പറയുന്നത് വേറെ ഒരു ചിത്രമാണ്. നരകത്തിന്റെ ആഴവും നരകത്തിന്റെ വലുപ്പവുമാണ് സൂറത്തുൽ കഹ്ഫിൽ പറയുന്നത്. ഓരോ സൂറത്തിലും ഓരോ രൂപത്തിലാണ്. നരകത്തിൽ നിന്ന് ഒരു നിലക്കും പുറത്തിയാടാൻ കഴിയില്ല എന്നാണ് തൊട്ടിപ്പുറത്ത് പറയുന്നത്. അഹാത ബിഹിം സുറാദിഖുഹാ, ആ നരകത്തിന്റെ മേലാപ്പ്, ആ നരകത്തിന്റെ ചുറ്റുമതിൽ അവരെ വലയം ചെയ്തിരിക്കുന്നു. പുറത്തു ചാടാൻ കഴിയില്ല, ഒരു നിലക്കും പുറത്തു കടക്കാൻ കഴിയില്ല. ജയിലിന്റെ ചുമര് നമ്മൾ 2-3 വർഷം മുമ്പ് വായിച്ചു. സെൻട്രൽ ജയിലിന്റെ ചുമരിന്റെ മുകളിലൂടെ ഒരു വിദ്വാൻ പുറത്തേക്ക് ചാടി രക്ഷപ്പെട്ടു. അയാളെ പിടികൂടി വന്നിട്ട് എങ്ങനെയെന്ന് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു കൊടുത്തു, എങ്ങനെ ഓരോരുത്തരുടെ പുറത്തായിട്ട് 4-5 ആളുകൾ അങ്ങനെ വരിവരിയായിട്ട് നിന്നു. ഇയാൾ ഏറ്റവും മുകളിൽ കയറ്റി. അങ്ങനെ അത്രയും വലുപ്പമുണ്ട്. കുറച്ചൊക്കെ ഇയാൾ മുകളിലേക്ക് എത്തുന്ന രൂപത്തിയപ്പോഴേക്ക് അയാൾ പിടുത്തം പിടിച്ചപ്പോഴേക്ക് എല്ലാവരും പോയി. ആ മുകളിൽ കയറിയിട്ട് താഴോട്ട് ചാടിയ ചാട്ടം കൊണ്ട് ചെറിയ പരിക്കൊക്കെ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇതങ്ങനൊന്നും ചാടാൻ പറ്റൂല. അതാണ് അള്ളാഹു പറഞ്ഞത്, അഹാത ബിഹിം സുറാദിഖുഹാ, ആ നരകം ഒരു ചെറിയ ലോകമാണെന്ന് കരുതരുത്. ആ നരകത്തിന്റെ മേലാപ്പ്, ആ നരകത്തിന്റെ വലയം ഭേദിച്ചു പുറത്തു കടക്കാൻ കഴിയാത്ത വിധം അല്ലാഹു തആല അതിനെ സജ്ജീകരിച്ചിരിക്കും. പിന്നെ ആ നരകത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യമാകുന്നത് വെള്ളമാണ്. വിശപ്പിനേക്കാൾ കൂടുതൽ മനുഷ്യന് ഇടങ്ങേറാകുന്നത് ദാഹം കൊണ്ടാണ്. തൊട്ടിപ്പുറത്ത് പറയുന്നതാണ്, വെള്ളത്തിന് സഹായം ചോദിക്കും. വെള്ളം തരാൻ വേണ്ടിയിട്ട് കരഞ്ഞു ചോദിക്കും. സഹായാർത്ഥന നടത്തിയാൽ വെള്ളം കൊടുക്കും. കൊടുക്കുന്ന വെള്ളം എങ്ങനത്തെ വെള്ളം? കൽമുഹിൽ. സാധാരണ നമ്മുടെ നാട്ടിലെ കൊല്ലപ്പണിക്കാരൻ ഇരുമ്പ് നല്ലവണ്ണം ചൂടാക്കിയിട്ട് ഇപ്പുറത്തുള്ള വെള്ളത്തിലേക്ക്, ചൂടുവെള്ളത്തിലേക്ക് ആ ഇരുമ്പങ്ങ് വെക്കുമ്പോ, പഴുപ്പിച്ച ഇരുമ്പ് വെക്കുമ്പോൾ അതിൽ നിന്നുള്ള കീടങ്ങളൊക്കെ ആ വെള്ളത്തിൽ വന്ന് ഒഴുകി നിൽക്കും. ഇതുപോലെ നല്ല ചൂടുള്ള കീടങ്ങൾ നിറഞ്ഞ നേർക്കുനേരെ കുടിക്കാൻ കഴിയാത്ത വെള്ളം കുടിക്കാൻ കൊടുക്കുന്നു. ആ വെള്ളം കുടിക്കാൻ വേണ്ടി മുഖത്തോട് അടുപ്പിക്കുമ്പോഴേക്ക് യശ്വിൽ വുജൂഹ്. യശ്വി എന്നുള്ള വാക്കൊന്നും ആൾക്കാർക്ക് തിരിയാത്തില്ല. ബോർഡൊക്കെ വായിക്കല്ലേ, ഷവായ, യശ്വി, ഷുവായ എന്നൊക്കെ. യശ്വിൽ വുജൂഹ്, മുഖത്തെ കരിച്ചു കളയും അടുപ്പിക്കുമ്പോഴേക്കും. ചില ഖുർആൻ പണ്ഡിതന്മാർ പറഞ്ഞു, അടുപ്പിക്കുമ്പോ കരിഞ്ഞിട്ട് ഓരോന്നോരോന്ന് ഇങ്ങനെ വെള്ളത്തിലേക്ക് വീഴും. ഇതിപ്പോ ഒരു വരിയിൽ അല്ലാഹു തആല നരകത്തിന്റെ ഒരു ചിത്രം, രൂപം നമുക്കൊന്ന് രൂപപ്പെടുത്തി തന്നതാണ്. 2 പേജും കൂടി മറിച്ചാൽ
സൂറത്തുൽ കഹ്ഫിൽ തന്നെ ശരിക്കും മഹ്ശറിലേക്കുള്ള വരവും നൃത്തവും ചോദ്യവും എല്ലാം പറയുന്നു. മറ്റൊരു സൂറത്തിലും പറയാത്ത രൂപത്തിൽ ആഴ്ചയിൽ ഓതുന്ന നമ്മൾ അവിടക്കൊന്ന് ഒന്ന് പ്രസ് ചെയ്ത് കുറച്ചൊന്ന് നേരം ചിന്തിച്ചൊന്ന് മുന്നോട്ട് പോയാൽ ആ ഓത്തിന് നമ്മുടെ മനസ്സിനെ മാറ്റാൻ കഴിയും. മനസ്സിന്റെ മാലിന്യങ്ങൾ, നമ്മളൊക്കെ വലിയ ആൾക്കാരും നല്ല ആൾക്കാരാണെന്നുള്ള ചിന്ത മാറിയിട്ട് നല്ല ചിന്ത വരാൻ അത് സഹായിക്കും. അതുകൊണ്ട് കുറച്ചെങ്കിലും കിട്ടുന്ന വാക്കിന്റെ അർത്ഥങ്ങൾ ചിന്തിച്ചുകൊണ്ട് നരകത്തെപ്പറ്റി പറയുന്നിടത്ത് കാവൽ ചോദിച്ചു, സ്വർഗത്തെപ്പറ്റി പറയുന്നിടത്ത് അള്ളാഹുവിന്റെ റഹ്മത്തും സ്വർഗവും ചോദിച്ചു. അങ്ങനെ അങ്ങോട്ട് ഓതുന്ന ഒരു സൂറത്ത് സ്പീഡായിട്ട് ഓതുന്ന 2-3 ജുസ്ഇനേക്കാൾ കൂടുതൽ ഫലമുള്ളതാണ്, ലക്ഷ്യം നേടിയെടുക്കാൻ പറ്റുന്നതാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഓത്ത് ഇമാം നബി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു. കാവൽ ചോദിച്ചും റഹ്മത്ത് ചോദിച്ചും ഉത്തരം അല്ലാഹു തആല ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു ഒക്കെയാണ് ഓതുക. അർ-റഹ്മാൻ സൂറത്ത് എന്നും ഓതുന്ന ആൾക്കാരുണ്ടാവും. ഓരോ ഫബിയയ്ക്കും ഉത്തരം പറയണം. അർ-റഹ്മാൻ സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ഓതി കേൾപ്പിച്ചത് ജിന്നുകൾക്കാണ്. ജിന്നുകൾ ആ സൂറത്തിന്റെ ഫബിയയ്യി 10-32 വട്ടം ഫബിയയ്യി ആവർത്തി ചോദിക്കുന്നുണ്ട്. ആ 32 വട്ടം ചോദിക്കുന്ന ഫബിയയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ എന്നതിന്റെ അപ്പുറത്ത് പറയുന്നതൊക്കെ വലിയ അനുഗ്രഹങ്ങളാണ്. അതിലൊന്നാമതായിട്ട് അള്ളാഹു എണ്ണിയ അനുഗ്രഹം ഏതാണ്? അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ. റഹ്മാനായ റബ്ബ് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹം അല്ലമൽ ഖുർആൻ, ഖുർആൻ പഠിപ്പിച്ചു തന്നു എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ഏറ്റവും വലിയ ക്വാളിഫിക്കേഷനും അതാണ്. നമ്മുടെ ഇടയിൽ മാത്രമല്ല, എല്ലാവർക്കും ഇടയിലും. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, ഖുർആന് മാത്രം കിട്ടുന്ന സ്വഹാബിക്ക് കുറെ സൂറത്തുകളൊക്കെ അറിയാന്ന് പറഞ്ഞപ്പോ കല്യാണം കഴിക്കാനുള്ള താല്പര്യമുണ്ട്, ഒരു പെണ്ണു റെഡി ആയിട്ടുണ്ട്, എന്നാ നിങ്ങൾ ആ സൂറത്തൊക്കെ ആ പെണ്ണിന് പഠിപ്പിച്ചു കൊടുക്കാന്നുള്ളത് മഹറായിട്ട് നിശ്ചയിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കല്യാണം കഴിച്ചു. ഇപ്പോൾ അത് പറ്റോ പറ്റൂല എന്നുള്ള വിഷയത്തിൽ 2 കൗലുണ്ട്. ഒരു കൗൽ, ആ കൗലിന്റെ പിന്നിൽ കുറെ പണ്ഡിതന്മാരുണ്ട്, പറ്റുന്നാണ് അവർ പറയുന്നത്. ഇമാം ഇബ്നു ഹജർ തങ്ങൾ തുഹ്ഫയിലും മറ്റു ഇമാമികളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എങ്ങനെയാണ് കല്യാണത്തിന്റെ വാചകം പറയുന്നത്? സവ്വജ്നാകഹാ ബിമാ മഅക മിനൽ ഖുർആൻ. നബി തങ്ങൾക്ക് വേണ്ടി വന്ന ആ പെണ്ണിനെ തങ്ങൾക്ക് അതിന് ആവശ്യമില്ല, താല്പര്യമില്ല എന്ന് കണ്ടപ്പോ ആ സ്വഹാബി പറഞ്ഞു, നബിയെ ഞാൻ കുറെ കാലം ഒരു പെണ്ണ് നോക്കിയെടുക്കുന്നു, എനിക്കൊരു പെണ്ണും ശരിയായിട്ടില്ല. തങ്ങൾക്ക് ശരീരം തരാൻ വേണ്ടി, തങ്ങൾക്ക് വേണമെങ്കിൽ വിവാഹം കഴിക്കാൻ വേണ്ടി വന്ന ഒരു പെണ്ണാണല്ലോ, താല്പര്യമില്ലെങ്കിൽ എനിക്ക് ആ പെണ്ണിനൊന്ന് വിവാഹം ചെയ്തു തരണം. അപ്പൊ തങ്ങൾ വെച്ച് വെറുതെ നടക്കൂല, മഹർ കൊടുക്കണം. പെണ്ണിനുള്ള അവകാശമാണ്, സ്ഥാനമാണ്. മഹറൊന്നും എന്റെ കയ്യിൽ ഇല്ല എന്നുള്ള വാക്കിൽ തങ്ങൾ ഒതുക്കിയില്ല, വീട്ടിലേക്ക് പറഞ്ഞയച്ചു. ഇദ്ഹബ് ഫൽതമിസ് വലോ ഖാതമൻ മിൻ ഹദീദ്, പോയി തെരഞ്ഞു നോക്ക് ഒരു ഇരുമ്പിന്റെ മോതിരെങ്കിൽ. അതിനെന്താ വില ഉണ്ടാകുക? ചിരട്ട മോതിരം എന്ന് പറയാത്ത ഭാഗ്യം, ഇരുമ്പിന്റെ മോതിരം. കാരണം മുത്തമവ്വലായ ഒരു സംഗതി ആകണം മഹർ എന്നതിന് ഇമാമിങ്ങൾ കൊണ്ടുവരുന്ന തെളിവും ഈ ഹദീസാണ്. മഹർ ഒരു വില നിശ്ചയിക്കാൻ പറ്റിയ വസ്തുവാകണം എന്നാണല്ലോ മഹറിന്റെ ഒരു നിബന്ധന. അപ്പൊ ഒരു മോതിരം, ഒരു ഇരുമ്പിന്റെ മോതിരെങ്കിലും കിട്ടും. പോയി നോക്കി വന്നിട്ട് പറഞ്ഞ നബിയെ ഒന്നുമില്ല. പിന്നെ എന്താ ഉള്ളതെന്ന് അറിയാം, ഈ ഒരു ഉടുപ്പുണ്ട്, ഈ ഒരു തുണി തന്നെ, തുണിന്റെ കൂടെ തട്ടമുണ്ടെങ്കിൽ തട്ടം മഹറായി കൊടുക്കാമായിരുന്നു. പക്ഷെ ആ സ്വഹാബിക്ക് അരമുണ്ട് മാത്രമേ ഉള്ളൂ, തട്ടല്ല. ഹദീസിൽ കാണാൻ തട്ടല്ല, അരയുടുപ്പ് മാത്രമേ ഉള്ളൂ, ഈ ഒരു തുണി മാത്രമേ ഉള്ളൂ. നമുക്കല്ലേ ഇപ്പൊ അതിന്റെ അടിയിൽ കൂടെ കയറുന്നു, ഉള്ളിൽ കൂടെ കയറുന്നൊക്കെ അന്നൊക്കെ അത്രയേ ഉള്ളൂ. പഴയ കാലത്ത് നമ്മുടെ നാട്ടിലെ ഉപ്പാപ്പന്മാരൊക്കെ അങ്ങനെയുള്ളൂ, ഒരു തുണിയും പിന്നെ തോർത്തുണ്ടും ഉണ്ടാവും. ആ തോർത്തുണ്ടിന്റെ 2 അറ്റവും ഇവിടെ അങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കും, അങ്ങനെ നിസ്കരിക്കും. അന്നൊക്കെ അങ്ങനെയല്ല, മതി, മതിയാകാനത് മതി. ഇനിയിപ്പോ ഇങ്ങനെ ധരിച്ചെഴുതിട്ട് തെറ്റൊന്നുമല്ല, നല്ല തന്നെയാണ്, സുന്നത്ത് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല, മതിയാകാൻ അത്ര മതി. പക്ഷെ തട്ടല്ല. ഹദീസിൽ കാണാം, തട്ടമുണ്ടെങ്കിൽ ആ തട്ടം കൊടുത്തിട്ട് വിവാഹം ശരിയാക്കാൻ. അപ്പൊ തങ്ങൾ ചോദിച്ചു, ഒരു തുണി കൊണ്ട് മാത്രം എന്ത് നടക്കാനാണ്? അത് ആ പെണ്ണ് ധരിച്ചാൽ നിങ്ങൾ എന്ത് ധരിക്കും? നിങ്ങൾ ധരിച്ചാൽ ആ പെണ്ണിന്റെ മഹർ എവിടെ? അതുകൊണ്ട് അത് പറ്റില്ല. പിന്നെയും കുറെ നേരം അവിടെ ഇങ്ങനെ ഇരുന്നു. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഖുർആന് വല്ലതും നിങ്ങളെ കൂടെ കാണാതെ പഠിച്ചതുണ്ടോ?
ഉണ്ട് നബിയെ ഈ സൂറത്ത് കഥാവ കഥാവ കഥ എണ്ണി പറഞ്ഞു കൊടുത്തു. ഒരു ഹദീസിൽ കാണാം മുഫസ്സലാത്ത് സൂറത്ത് താഴെ നിങ്ങോട്ട് ഹുജറാത്ത് മുതലുള്ള സൂറത്തുകളാണ്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം മുകൾ ഭാഗത്തുള്ള നിശ്ചിത സൂറത്തുകളാണ്. അൽ ബഖറ അടക്കമുള്ള 2-3 സൂറത്തുകളാണ്. ഏതായിരുന്നാലും സൂറത്തിന്റെ പേര് എണ്ണിക്കൊടുത്തപ്പോ തങ്ങൾ പറഞ്ഞു ആ സൂറത്ത് ആ പെണ്ണിന് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് മഹറായിട്ട് കല്യാണം കഴിച്ചു. വിവാഹം നടന്നു. ഖുർആന്റെ വലിയൊരു സ്ഥാനം നോക്കുന്നു. ഖുർആൻ പഠനം കൊണ്ട് കിട്ടിയ വലിയൊരു മഹത്വം. അപ്പൊ അള്ളാഹു ചെയ്ത അനുഗ്രഹമാകുന്ന സൂറത്തുർ റഹ്മാൻ എണ്ണി പറയുമ്പോ, ഞാൻ അവിടുന്ന് അത് പറഞ്ഞു വന്നത്, എണ്ണി പറയുമ്പോ ജിന്നുകൾ ഈ സൂറത്ത് കേട്ടിട്ട് വല്ലാതെ സന്തോഷിച്ചു. ജിന്നുകളുടെ പ്രതികരണം മനസ്സിലാക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് തന്നെ സ്വഹാബത്തിന് സൂറത്ത് ഓതി കൊടുത്തു. അർ റഹ്മാൻ സൂറത്ത് എന്ന് ഓതൽ സുന്നത്തുള്ള സൂറത്താണ്. രാവിലെ ഓതിയാൽ വൈകുന്നേരം വരെയും, വൈകുന്നേരം ഓതിയാൽ രാവിലെ വരെയും 50,000 മലക്കുകൾ ഓതിയവന് കാവൽ ചോദിക്കുന്ന സൂറത്താണ് സൂറത്തുർ റഹ്മാൻ. വേറെയും മതങ്ങളുണ്ട്. ആ സൂറത്തുർ റഹ്മാനിലെ ഫബിയ്യ അലാ റബ്ബികുമാ തുകദ്ദിബാൻ തങ്ങൾ കുറെ ഓതുമ്പോഴും സ്വഹാബത്ത് ഇങ്ങനെ കേൾക്കുകയാണ്. അപ്പൊ തങ്ങൾ ചോദിച്ചു, എന്ത് പറ്റി നിങ്ങൾക്ക്? ഞാൻ ജിന്നുകൾക്ക് ഈ സൂറത്ത് ഓതിക്കൊടുക്കുമ്പോ എന്തൊരു പ്രതികരണം ഉണ്ടായിരുന്നു, നിങ്ങൾ എന്താ അങ്ങനെ പ്രതികരണമില്ലാത്ത ആളുകളായി മാറുന്നത്? അള്ളാഹുവിന്റെ ചോദ്യത്തിന് നിങ്ങൾ പ്രതികരിക്കണം. എന്താണ് അള്ളാഹു ചോദിക്കുന്നത്? ഫബി അയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. 2 കൂട്ടരോടാ, മനുഷ്യരോടും ജിന്നുകളോടും. മനുഷ്യവർഗമേ, ജിന്നുവർഗമേ, ഫബി അയ്യി ആലാഇ റബ്ബികുമാ, നിങ്ങൾ 2 വിഭാഗത്തിന്റെയും റബ്ബ് ചെയ്ത ഏതേത് അനുഗ്രഹങ്ങളെയാണ് തുകദ്ദിബാൻ നിങ്ങൾ നിരാകരിക്കുന്നത്, തള്ളിക്കളയുന്നത്, കളവാക്കുന്നത്? അപ്പൊ നമ്മൾ ഉത്തരം പറയണം. ഒന്നും കിട്ടാത്ത ആള് ലാന്നെങ്കിലും പറയണം, കിട്ടുന്ന ആള് മുഴുവനായും പറയണം. ലാ ബിശൈഇൻ മിൻ നിഅമിക റബ്ബനാ നുകദ്ദിബു ഫലകൽ ഹംദ്. ഇതൊക്കെ കൂടി പറയാൻ കഴിയൂലെങ്കിൽ ഒരു ലാ ഇല്ല റബ്ബേ കളവാക്കുന്നില്ല എന്നാ ചോദ്യത്തിന് ഉത്തരമായി. അല്ലെങ്കിൽ ജിന്നുകൾ പറഞ്ഞു കൊടുത്ത അതേ രൂപത്തിൽ സ്വഹാബത്തൊക്കെ പറഞ്ഞ രൂപത്തിൽ പറയണം. ലാ ബിശൈഇൻ മിൻ നിഅമിക, നിന്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് ഒന്നുകൊണ്ടും റബ്ബനാ നുകദ്ദിബ്, റബ്ബേ ഞങ്ങൾ കളവാക്കുന്നില്ല, ഫലകൽ ഹംദ്, നിനക്കാണ് സർവസ്തുതിയും. ഇത് ഒരു ഫബിയ്യക്കല്ല, എല്ലാ ഫബിയ്യ അലാ റബ്ബികുമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതുമ്പോ ഇതൊക്കെ ജവാബ് പറഞ്ഞിട്ടേ ഓതും. ഖുർആനിൽ വേറെയുണ്ട്. വല്ലുഹാ വല്ലൈലി മുതൽ താഴോട്ട് ഓരോ സൂറത്ത് ഓതുമ്പോ ആ സൂറത്തിന്റെ ഒക്കെ ശേഷം വല്ലുഹാ വല്ലൈലി ഓതി കഴിഞ്ഞ് അടുത്ത സൂറത്തൊക്കെ ഓതുമ്പോൾ സൂറത്തുൻ നാസ് വരെ ഓരോ സൂറത്തിന്റെയും അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന് ചൊല്ലൽ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചൊല്ലിയിട്ടുണ്ട്. വല്ലുഹാ വല്ലൈലി നബി തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സൂറത്താണ്. ഞാൻ ആ ചരിത്രം ഒന്നും പറഞ്ഞു നീട്ടുന്നില്ല, ഈ ആയത്തിന്റെ തഫ്സീർ വായിക്കാൻ കഴിയും. ആ സൂറത്ത് അങ്ങോട്ട് ഇറങ്ങി തീർന്നപ്പോഴേക്ക് തങ്ങൾ ഓതി ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സൂറത്തുൻ നാസ് വരെ ഓരോ സൂറത്തിന്റെയും ശേഷവും ഇത് ചൊല്ലാം. ഇതൊക്കെ പാലിച്ച് പരിഗണിച്ചുകൊണ്ടുള്ള ഓത്തില്ലേ, അതും ഒരു സാധാരണ ഓത്തും തമ്മിൽ കൂലിയും സ്ഥാനവും ഫലവും ഇതൊക്കെ പരിഗണിച്ചുള്ള ഓത്തിനാണ്. പിന്നെ പരിഗണിക്കേണ്ട ഒരു 14 സുജൂദുണ്ട്. തിലാവത്തിന്റെ സുജൂദ്, ഓത്തിന്റെ സുജൂദ്. ആ സുജൂദും തങ്ങൾ ചെയ്യും. പലപ്പോഴും സഹാബത്തും കൂടെ സുജൂദ് ചെയ്യും. അപ്പൊ ഖുർആൻ നമ്മൾ ഓതുന്ന വെള്ളിയാഴ്ചകളിൽ നമുക്ക് കിട്ടാവുന്ന അർത്ഥങ്ങളൊക്കെ ചിന്തിക്കാം. അല്ലാഹു തആല ഇന്നലെ പറഞ്ഞത് 2 വിഭാഗത്തെ പറ്റിയാണ്. ഇഹലോകം ഉദ്ദേശിച്ച് മാത്രം അതിനു വേണ്ടി പോരടിച്ച് ആഗ്രഹിച്ച് തമ്മിലടിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ട, അവരുദ്ദേശിക്കുന്ന അത്രയല്ല, അള്ളാഹ് ഉദ്ദേശിക്കുന്ന അത്ര കൊടുക്കും. അത് കെട്ടിമറിഞ്ഞ് അവരങ്ങനെ ജീവിക്കും. ലാസ്റ്റ് ഈമാനും ഇഖ്ലാസും ഇല്ലാതെ നരകത്ത് പോകും. പരലോകം ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് നല്ല ഈമാനോടുകൂടെ പരലോകത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തി അധ്വാനിച്ച് അങ്ങനെ ജീവിക്കുന്ന ആളുകൾക്ക് ആഖിറത്തിൽ സ്വീകാര്യയോഗ്യമായ സ്ഥാനവും പ്രതിഫലാർഹമായ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള നന്ദിയും ഏറ്റെടുക്കാവുന്നതാണ്. ഇത് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നു കുല്ലൻ, ഈ 2 വിഭാഗത്തിൽ ലോകം മാത്രം ലക്ഷ്യം വെച്ച് അതിനെ അധ്വാനിച്ച് അത് കിട്ടട്ടെ, പരലോകമൊക്കെ പിന്നെ ചിന്തിക്കാം എന്ന് കരുതി ജീവിക്കുന്ന ആളുകൾക്കും ഇക്കൂട്ടർക്കും വഹഉലായി മറ്റേ കൂട്ടർക്കും, പരലോകം ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന ദുനിയാവിൽ ജീവിക്കുന്നവർക്കും നമ്മൾ സഹായം നൽകും. മിൻ അതാഇ റബ്ബിക്,
തങ്ങളുടെ രക്ഷിതാവിന്റെ ധർമ്മത്തിൽ നിന്ന്. ആ ധർമ്മം കൊണ്ടാണ് ഇവിടെ എല്ലാവരും ജീവിക്കുന്നത്. മുഅ്മിനീങ്ങളും അല്ലാത്തവരൊക്കെ ജീവിക്കുന്നത് റബ്ബിന്റെ ധർമ്മം കൊണ്ടാണ്. ആ ധർമ്മം അല്ലാഹു നൽകും, അതാർക്കും തടയൂല. വമാ കാന അത്വാഉ റബ്ബിക മഹ്ദൂറാ. തങ്ങളുടെ റബ്ബിന്റെ ധർമ്മം അത് തടഞ്ഞു വെക്കപ്പെടൂല. അതെല്ലാവർക്കും കൊടുക്കും, മുസ്ലിമിന് മാത്രമല്ല. ദുനിയാവ് അങ്ങനെയാണ്. അല്ലാഹു റഹ്മാനല്ലേ. ദുനിയാവിൽ അല്ലാഹു തആല രണ്ട് വിഭാഗത്തിനും കൊടുക്കും. അല്ലാഹുവിനെ വിശ്വസിച്ചവർക്കും വിശ്വസിക്കാത്തവർക്കും. പരലോകം വിശ്വസിച്ച് അധ്വാനിക്കുന്നവർക്കും ദുനിയാവ് മാത്രം ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങുന്നവർക്കും രണ്ടു കൂട്ടർക്കും കൊടുക്കും. കുല്ലൻ നുമിദ്ദു. രണ്ട് വിഭാഗത്തിനും ഓരോ ഘട്ടത്തിലും നമ്മൾ സഹായം ചെയ്യും. നുമിദ്ദു എന്ന് പറഞ്ഞാൽ ഒരു സഹായത്തിന് മാത്രമല്ല, ഒന്നിന്റെ പിറകെ ഒന്ന് തീരുമ്പോഴേക്ക് ഒന്ന്, അത് തീരുമ്പോഴേക്ക് അടുത്തൊന്ന്, അത് തീരുമ്പോഴേക്ക് അടുത്തൊന്ന്. അങ്ങനെ നമ്മൾ സഹായിച്ചുകൊണ്ട് ഒരാളെ ജീവിതം, കുടുംബജീവിതം, പിന്നെ മക്കള്, പേരക്കുട്ടികൾ, അങ്ങനെ അതിന്റെ തലമുറ. അയാൾക്കുള്ള ജോലി, മക്കൾക്കുള്ള ജോലി, തലമുറക്കുള്ള ജോലി, അയാൾക്കുള്ള ഭക്ഷണം, അവർക്കുള്ള ഭക്ഷണം, ഇങ്ങനെ തുടങ്ങി ഒന്ന് തീരുമ്പോഴേക്ക് നമ്മൾ ആഗ്രഹം അങ്ങനെയാണ്. ഒന്ന് കഴിയുമ്പോഴേക്ക് ആൾക്കാർ പറയും, ആദ്യം പറയും ഉസ്താദെ മോളെ കെട്ടിക്കാനുണ്ട്, നിങ്ങളൊന്നും ആയിരിക്കും. അപ്പൊ മോൾക്ക് കല്യാണമൊക്കെ ശരിയായി, സന്തോഷ വാർത്ത പറയും. കല്യാണമൊക്കെ കഴിഞ്ഞ്, പക്ഷെ ഒരു വർഷം കഴിഞ്ഞ് തിരക്ക്. നമ്മള് ഒരു ആഗ്രഹമാണത്, തെറ്റൊന്നുമല്ല. ഒരു വർഷമായിട്ടും ഒരു റിപ്പോർട്ടും കേൾക്കുന്നില്ല. ഒരു താല്പര്യം, ഒരു പേരക്കുട്ടിയെ കാണാനുള്ള സന്തോഷം മോശമൊന്നുമല്ല. അത് പൊതുവേ മനുഷ്യന് പ്രകൃതിപരമായിട്ടുണ്ടാകും ഒരു സന്തോഷം. ഒരു കുട്ടിയെ കാണണം, പേരക്കുട്ടിയെ കാണുമ്പോൾ കൂടുതൽ സന്തോഷമാണ്. നിങ്ങളൊന്നത് പേരക്കുട്ടിയായി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോ പിന്നെ ആ പേരക്കുട്ടിയുടെ ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളും ഏകദേശം ലെവലെത്തുന്നത് വരെ അതുമായി ബന്ധപ്പെട്ടിട്ട് മനുഷ്യന്റെ ആഗ്രഹങ്ങൾ പറയും, അള്ളാഹുവിന്റെ സഹായങ്ങൾ സ്വീകരിക്കും. പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞ് ഇപ്പോഴുള്ള ലെവലില് ഒരു 2 കുട്ടികളായ പറയും, ഒരു പെരപ്പണി തുടങ്ങിയിട്ടുണ്ട്, മോൾക്ക് ഒന്ന് വരക്കണം. പിന്നെ ആ ചെറുപ്പക്കാരന് ഇവിടെ ഒരു ജോലി ഉണ്ട്, വിദേശത്തേക്ക് നല്ലൊരു ജോലിക്ക് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. കിട്ടുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ് നല്ല റാഹത്താണ്, നമുക്ക് അവർക്കൊക്കെ സന്തോഷത്തോടെ ജീവിക്കും. അതിനൊന്നും വരക്കണം. ഇതൊക്കെ ഈ ഘട്ടങ്ങളിലൊക്കെ അല്ലാഹു തആല പറയുന്നു, സഹായങ്ങൾ നമ്മൾ അങ്ങനെ കൊടുക്കും. 2 വിഭാഗത്തിനും കൊടുക്കും. കണക്കില്ലാത്ത രൂപത്തിൽ, തടയാത്ത രൂപത്തിൽ കൊടുക്കും. വമാ കാന അത്വാഉ റബ്ബിക മഹ്ദൂറാ. പക്ഷെ ആ തരുന്നതിനെ പറ്റി അല്ലാഹു പറഞ്ഞത് കണ്ടോ? അത്വാ എന്നാ പറഞ്ഞത്. ഇമാം അബൂ സുഈദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, തരുന്നതിനെ പറ്റി അല്ലാഹു തആല പറഞ്ഞത് ധർമ്മം എന്നാണ്. എന്തേ അങ്ങനെ പറയാൻ കാരണം? നമുക്കാർക്കും അവകാശമല്ല, അത് അല്ലാഹുവിന്റെ ഔദാര്യമാണ്. അല്ലാഹുവിന്റെ വിശാലമായ റഹ്മത്ത്, അനന്ത്യമായ, ഒരിക്കലും നമുക്ക് നിർണയിക്കാൻ കഴിയാത്ത അള്ളാഹുവിന്റെ വിശാലമായ ഔദാര്യത്തിൽ നിന്ന് അള്ളാഹു തരികയാണ്. നമുക്കെന്താ അവകാശമുണ്ട്? തരണം എന്ന് ചോദിക്കാൻ എന്താ അവകാശമുണ്ട്? ഒന്നുമില്ല. അപ്പൊ അത് അള്ളാഹു തരുന്ന അനുഗ്രഹമാണ്. നമ്മുടെ ഏതെങ്കിലും പ്രവർത്തനത്തിന്റെ കെയർ ഓഫിലോ നമ്മുടെ എന്തെങ്കിലും കാര്യത്തിന്റെ ലെവലിലോ അല്ലാഹു തആല തരുന്ന ഒന്നല്ല. ഔദാര്യം എന്ന നിലക്ക്, ബൽ ബിമഹ്ളി തഫള്ളുൽ, ഔദാര്യം എന്ന ഒറ്റ വിഷയം മാത്രം എടുത്തുകൊണ്ട് അല്ലാഹു തആല തരുന്നതാണ്. സ്വർഗ്ഗം അങ്ങനെ തന്നെയാണ്. സ്വർഗം തരുന്നതിനെ പറ്റി അല്ലാഹു പറഞ്ഞല്ലോ, ജസാഅം മിർ റബ്ബിക അതാഅൻ ഹിസാബാ. സ്വർഗം നിങ്ങളെ റബ്ബിൽ നിന്നുള്ള അതാ ആണ്, ധർമ്മം. അമലിന്റെ കെയർ ഓഫിൽ കിട്ടുന്നതല്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, സ്വഹാബത്ത് ഏറ്റവും പേടിച്ചൊരു ഹദീസാണ്, ലാ യദ്ഖുലു അഹദും മിൻകും അൽ ജന്നത ബിഅമലി. സ്വഹാബ, നിങ്ങളിൽ ഒരാളും അമൽ കൊണ്ട് സ്വർഗ്ഗത്തിൽ കടക്കൂല എന്ന് പറഞ്ഞു. പടച്ചോനെ, സ്വഹാബത്തിന് ആകെ പേടിയായി പോയി. കാരണം കാര്യമായിട്ടൊരു പ്രതീക്ഷ ഈ നിസ്കാരം, നോമ്പ്, സദഖക്കല്ലേ. അമല് കൊണ്ട്, കർമ്മം കൊണ്ട് നിങ്ങൾ ആരും സ്വർഗത്തിൽ പ്രവേശിക്കൂല. പേടിയോടുകൂടെ സ്വഹാബത്ത് വളരെ ബേജാറോടുകൂടെ നോക്കുമ്പോ തങ്ങൾ പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ അമല് നിർത്താൻ നിൽക്കണ്ട, അമല് മതിയെന്നും കരുതാൻ നിൽക്കണ്ട. സ്വർഗപ്രവേശനം അള്ളാഹുവിന്റെ ഫളിലാണ്, ഔദാര്യമാണ്. പിന്നെന്തിനാ അമല്? ആ വിഷയം വരുന്നുണ്ട്. എന്തിനാ അമല്? അവിടെ ദറജകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണ്ടാകും. അത് അമലിന്റെ കെയർ ഓഫിലാണ്. സ്വർഗത്തിൽ ദറജകൾ, പദവികൾ, സ്ഥാനങ്ങൾ മാറ്റണ്ടാകും.
പക്ഷെ അവിടുത്തെ പദവികളും സ്ഥാനങ്ങളും ഇവിടുത്തെ പദവികളും സ്ഥാനങ്ങളും വ്യത്യാസം, ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അത് നമുക്ക് പറയാം. ഇപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, നബിയെ ആരും അങ്ങനെ പ്രവേശിക്കൂല. ഇല്ല, സ്വർഗപ്രവേശനം അള്ളാഹുവിന്റെ ഔദാര്യമാണ്. അമലുകൾ സ്വർഗത്തിലെത്തിയിട്ട് വ്യത്യസ്ത വിഭാഗങ്ങൾക്ക് അല്ലാഹു തആല വ്യത്യസ്ത തരത്തിൽ സ്വർഗം നൽകും. ഫിർദൗസ് എന്ന സ്വർഗമുണ്ട്, അതുപോലെ തന്നെ ദാറുൽ അമാനുണ്ട്. വ്യത്യസ്ത രൂപത്തിലുള്ള സ്വർഗങ്ങളുണ്ട്. ആ സ്വർഗങ്ങൾ വിവിധ രൂപത്തിൽ അല്ലാഹു തആല സംവിധാനിച്ചു കൊടുക്കും. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഉൻദുർ, നീ ഒന്ന് നോക്ക്, ഒന്ന് ചിന്തിച്ചു നോക്ക്. കൈഫ ഫദ്ദൽനാ ബഅദഹും അലാ ബഅദ്, ഏത് വിധമാണ് അവരിൽ ചിലരെക്കാൾ നാം മഹത്വപ്പെടുത്തിയത്. ഇവിടെ ദുനിയാവില് രണ്ടു കൂട്ടർക്കും നമ്മൾ കൊടുക്കുന്നുണ്ട് ധർമ്മം. പക്ഷേ നീ ഒന്ന് ആലോചിക്കണം, കൈഫ ഫദ്ദൽനാ ബഅദഹും അലാ ബഅദ്, തടസ്സമില്ലാത്ത മുടക്കമില്ലാത്ത ധർമ്മത്തിൽ വ്യത്യസ്ത പദവികൾ ആ ധർമ്മം അള്ളാഹുവിന്റെ ധർമ്മത്തിൽ തന്നെ അള്ളാഹു തആല കൊടുക്കുന്നുണ്ട്. അതിനെപ്പറ്റി നീ ഒന്ന് ആലോചിക്കണം, ചിന്തിക്കണം. എന്നാൽ ഇവിടെയുള്ള പദവികളും ഇവിടെയുള്ള സ്ഥാനങ്ങളും കണ്ടിട്ട് കണ്ണ് പുളിച്ചു പോകരുത്. വലൽ ആഖിറതു അക്ബറു ദറജാതിൻ വ അക്ബറു തഫ്ളീലാ, പരലോകം അക്ബറു ദറജാത്ത്, ഏറ്റവും വലിയ പദവിയുള്ളത് ദുനിയാവിലല്ല, പരലോകത്താണ്. പരലോകം ഏറ്റവും വലിയ പദവിയുള്ള സ്ഥലമാണ്. വ അക്ബറു തഫ്ളീലാ, ഏറ്റവും വലിയ മഹത്വം കിട്ടുന്ന സ്ഥലവും ദുനിയാവല്ല, പരലോകമാണ്. ഇവിടെയുള്ള സ്ഥാനം മോഹിച്ച് അവിടെയുള്ള സ്ഥാനം കുറക്കരുത്. ഹദീസ് ഞാൻ വായിക്കാം, തഫ്സീറിൽ തന്നെ വായിക്കാം. ഇവിടെയുള്ള സ്ഥാനത്തിന് വേണ്ടി കടിപിടി കൂടിയിട്ട് പരലോകം നഷ്ടപ്പെടുത്തരുത്. ഇവിടെയുള്ള സ്ഥാനം കിട്ടേണ്ടതുപോലെ കിട്ടാതായതുകൊണ്ട് നിരാശപ്പെട്ട് നീ ആത്മഹത്യ ചെയ്ത് അല്ലെങ്കിൽ അത്തരത്തിൽ വല്ല പ്രവർത്തനങ്ങളും ചെയ്ത് കിട്ടേണ്ട സ്വർഗം നിനക്ക് ചെറിയ രൂപത്തിലുള്ളത് മുടക്കിയിട്ട് നരകത്തിൽ പോകരുത്. ഇവിടെയുള്ള വ്യത്യസ്തത മനസ്സിലാക്കണം. പക്ഷെ അതാണ് സ്ഥാനങ്ങൾ, ഇവിടെയുള്ളതാണ് ലെവല്. ഇവിടെ ഒരാൾ വരികയാണെങ്കിൽ ആൾക്കാർ എന്തെല്ലാം പറയും. ഒരാളെ കണ്ടാ പറയും, അതെ അയാള് ഭയങ്കര സംഭവം. എന്താണ് അയാള്? അയാൾക്കുള്ള സ്ഥാനമാനങ്ങൾ നിങ്ങൾക്ക് അറിയോ? എന്നിട്ട് അങ്ങോട്ട് എണ്ണാൻ തുടങ്ങിയാൽ തീരില്ല. ഇത്രയും സ്ഥാനമുള്ള ആളാ, ഇത്രയും സ്ഥാനമുള്ള ആളാ, ഭയങ്കര ആള്. പക്ഷേ അതൊക്കെ കേൾക്കുമ്പോ നിന്റെ മനസ്സിൽ ഉടനെ ഓടി വരണം, വലൽ ആഖിറതു അക്ബറു ദറജാത്ത്, പരലോകമാണ് ഏറ്റവും വലിയ പദവിയുള്ള സ്ഥലം, ഏറ്റവും വലിയ സ്ഥാനമുള്ള സ്ഥലം. വഅക്ബറു തഫ്ളീല, ഏറ്റവും വലിയ മഹത്വമുള്ളതും പരലോകമാണ്. അത് നീ ശരിക്ക് ചിന്തിക്കണം, മനസ്സിലാക്കണം. അതുകൊണ്ട് നിന്റെ വിശ്വാസം നീ ഒന്നുകൂടി ഉറപ്പിക്കണം. ലാ തജ്അൽ മഅല്ലാഹി ഇലാഹൻ ആഖർ, വിശ്വാസ വൈകല്യം വരുത്തരുത്. അല്ലാഹുവിനെ കൂടെ മറ്റൊരു ഇലാഹിനെ നീ വെച്ചു പുലർത്തരുത്. ഫതഖഉദ മദ്മൂമൻ മഖ്ദൂല, അങ്ങനെയാകുമ്പോൾ നീ ക്ഷീണിച്ച് ഇരിക്കേണ്ടി വരും, ഒന്നും കിട്ടാത്തവനായി. മദ്മൂമൻ, അപമാനിതനായിരിക്കേണ്ടി വരും. മഖ്ദൂലൻ, പരാജിതനായിരിക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു അവസ്ഥ, ദുർഗതി നിനക്ക് വരരുത്. ഈ ആയത്ത് വിശദീകരിച്ച് വിശുദ്ധ ഖുർആൻ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്ന ദറജകളും മറ്റു വിഷയങ്ങളും നമുക്ക് മൊത്തത്തിലൊന്ന് വിശദീകരിക്കാം ചെറിയ രൂപത്തിൽ. കുല്ലൻ നുമിദ്ദു, രണ്ട് വിഭാഗങ്ങൾക്കും നമ്മൾ സഹായം കൊടുക്കും. ഹാഉലാഇ വഹാഉലാഇ മിൻ അതാഇ റബ്ബിക്, നിന്റെ രക്ഷിതാവിന്റെ നിന്റെ റബ്ബിന്റെ ധർമ്മത്തിൽ നിന്ന്, ഓ നബിയെ അങ്ങയുടെ റബ്ബിന്റെ ധർമ്മത്തിൽ നിന്ന് അല്ലാഹു തആല സഹായം നൽകും. ജീവിതത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമുള്ള മുഴുവൻ സഹായങ്ങളുമാണ് ഉദ്ദേശിക്കുന്നത്. ആ സഹായങ്ങൾ ആരാധിക്കുന്നവർക്കും കൊടുക്കും, ദോഷം ചെയ്യുന്നവർക്കും കൊടുക്കും. എന്നിട്ട് ഖുർആൻ പണ്ഡിതന്മാരവിടെ ഉദാഹരണം പറയാണ്. രണ്ട് വ്യക്തികൾക്ക് നീ സമ്പത്ത് കൊടുത്താലുള്ളതുപോലെ, നീ കൊടുത്തത് രണ്ടുപേർക്കും നല്ല സമ്പത്താണ്. പക്ഷേ ഒരു സമ്പത്ത് കൊണ്ട് ഒരാൾ സ്വതക്ക ചെയ്യുന്നു,
മറ്റേയാൾ നിന്റെ സമ്പത്ത് കൊണ്ട് മദ്യപാനം നടത്തുന്നു. ഇതേ രൂപത്തിൽ അല്ലാഹു തആല കൊടുക്കുന്നത് ധർമ്മമാണ്. ആ ധർമ്മം ഉപയോഗിച്ച് നല്ല വഴിക്ക് ജീവിക്കുന്നു, അല്ലാത്ത വഴിക്കും പോകുന്നു. അപ്പൊ റബ്ബിന്റെ ധർമ്മം വിശ്വാസിക്കും അവിശ്വാസിക്കും എത്തുന്ന, അനുസരിക്കുന്നവർക്കും അനുസരിക്കാത്തവർക്കും എത്തുന്ന ധർമ്മമാണ്. അല്ലാഹു തആല പറഞ്ഞത് കേൾക്കുന്നവർക്കും കേൾക്കാത്തവർക്കും എത്തുന്ന ധർമ്മമാണ്. അതാർക്കും ഇതുവരെ അല്ലാഹു തആല തടഞ്ഞു വെച്ചിട്ടില്ല. അത് നീ എപ്പോഴും മനസ്സിലാക്കണം. മനുഷ്യന്മാരുടെ ജീവിതത്തിന് ആവശ്യമായ ഉപാധികൾ മുഴുവനും ഏറ്റെടുത്തു കൊടുക്കുന്നവൻ അല്ലാഹുവാൻ. എന്നിട്ട് അവിടെ ഉദാഹരണം പറഞ്ഞു, കമാ തസ്തദഈ ലൈഫൻ ഇലാ ബൈതിക്. നിന്റെ വീട്ടിലേക്ക് നീ ഒരു അതിഥിയെ ക്ഷണിച്ചാലുള്ളതുപോലെ ആ അതിഥിക്ക് നിർബന്ധമായ എല്ലാ ഘടകങ്ങളും പാലിക്കൽ നിനക്ക് ബാധ്യതയാണ് എന്ന രൂപത്തിൽ അല്ലാഹു തആല മനുഷ്യന്മാർക്ക് കൊടുക്കേണ്ടതൊക്കെ ഏറ്റെടുത്ത് അല്ലാഹു സ്വയം കൊടുക്കുകയാണ്. അല്ലാഹു തരണം എന്നുള്ള ഒരു അവകാശവുമായിട്ട് നടക്കാൻ ആർക്കില്ല, ധർമ്മമാണ്. പക്ഷെ അല്ലാഹു ആ ധർമ്മം എങ്ങനെ കൊടുക്കുന്നത്? വമാ കാന അതാഉ റബ്ബിക മഹ്ളൂറ. റബ്ബിന്റെ ഈ ധർമ്മം, അല്ലാഹുവിന്റെ ഈ പരിപാലനം, അല്ലാഹുവിന്റെ ഈ സംരക്ഷണം, അത് ഒരാൾക്കും അല്ലാഹു തആല തടഞ്ഞു വെക്കുന്നില്ല. എല്ലാവർക്കും അല്ലാഹു തആല ഇഷ്ടം പോലെ കൊടുക്കുന്നുണ്ട്. അല്ലാഹുവിനെ വെല്ലുവിളിച്ച് അല്ലാഹുവിനോട് മത്സരിച്ച ആളുകൾക്കും അല്ലാഹു തആല ജീവിക്കാൻ ആവശ്യമായ എല്ലാം കൊടുക്കുന്നുണ്ട്. അത് റബ്ബിന്റെ വിശാലമായ അനുഗ്രഹത്തെ പറ്റി മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം മഹാനവറുകളുടെ അടുത്ത് വന്ന് ഒരാൾ ഭക്ഷണം ചോദിച്ചു, കുറച്ച് ഭക്ഷണം തരുമോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം വലിയ ധർമ്മിഷ്ഠനാണ്. എപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോ കൂടെ ഒരാൾ വേണം എന്ന് ആഗ്രഹിക്കുന്ന മഹാനാണ്. ചിലരൊക്കെ ഒറ്റക്കന്നെ ഭക്ഷണം കഴിക്കാൻ റാഹത്ത് എന്ന് പറയും. എന്നാ പിന്നെ ഖദർ മറ്റുള്ളവർ അറിയില്ലല്ലോ, അളവെത്രയെന്ന് മറ്റുള്ളവർ അറിയില്ലല്ലോ, സുഖാണല്ലോ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അങ്ങനല്ല, എപ്പോ ഭക്ഷണം കഴിക്കുകയാണെങ്കിലും കൂടെ ഒരാൾ വേണം. ആളെ കിട്ടിയില്ലെങ്കിൽ ഒരു 2 ഫർസഖ് ദൂരത്തേക്ക് നടന്നു പോയി നോക്കുക, ആരെങ്കിലും കിട്ടുമോ? 2 ഫർസഖ് എന്ന് പറഞ്ഞാൽ ചെറിയ ദൂരമൊന്നുമല്ല, ഏകദേശം ഒരു 8-9 കിലോമീറ്റർ ഒക്കെ ഉണ്ടാവും. അത്രയും ദൂരത്തേക്ക് ഇങ്ങനെ പോയി നോക്കും, ആരെങ്കിലും കിട്ടിയാൽ പിടിച്ചുകൊണ്ടുവരും ഭക്ഷണം കഴിക്കാൻ. ഇത് വീട്ടിൽ വന്നിട്ട് ഒരാൾ ഭക്ഷണം ചോദിച്ചു, അല്ല ഭക്ഷണം തരുമോ? ഇബ്രാഹിം നബി അലൈഹി സ്വലാം അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളെ ദീൻ ഏതാണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ മജൂസിയാണ്, തീനെ ആരാധിക്കുന്ന ആളാണ്, നിങ്ങൾക്ക് ഭക്ഷണമല്ല പോയിക്കൊള്ളുന്നു. അയാളങ്ങ് പോയി. അല്ലാഹു തആല വഹീ മുഖേന ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് ചോദ്യം, ഇബ്രാഹിം നബിയെ, ആ പോയ ആൾക്ക് എത്ര വയസ്സായിട്ടുണ്ടാവും ഏകദേശം? ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞ ഒരു 60 വയസ്സ് പ്രായം കാണും. ഈ 60 കൊല്ലം ആരാണ് അയാൾക്ക് ഭക്ഷണം കൊടുത്തത്? ഒരിക്കൽ പോലും മനസ്സുകൊണ്ടൊരു വിശ്വാസം പോലും എനിക്ക് രേഖപ്പെടുത്താത്ത ആ മനുഷ്യൻ ഇത്രയും കൊല്ലം ആരാ ഭക്ഷണം കൊടുത്തത്? പിന്നെ നിങ്ങളോട് ഇന്നത്തെ ദിവസത്തെ ഭക്ഷണം ചോദിച്ചതിന് നിങ്ങൾ എന്തിനു മടക്കി വിടണം? ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇറങ്ങി ഓടി. അദ്ദേഹത്തെ കാണും വരെ പോയി കണ്ടപ്പോൾ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ എന്റെ കൂടെ വരണം, നിങ്ങൾക്ക് ഭക്ഷണം തരാൻ റബ്ബ് എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, എന്താ സംഭവം? ഞാൻ നിങ്ങളോട് പെരുമാറിയതിൽ നിങ്ങളുടെ മതം ചോദിച്ചു, നിങ്ങൾ പറഞ്ഞു മജൂസിയാണ് എന്ന്. ഭക്ഷണം തരാതെ മടക്കി വിട്ടപ്പോൾ അള്ളാഹു എന്നോടൊരു ചോദ്യം, 60 കൊല്ലം ജീവിച്ച് ഇത്രയും കാലം അള്ളാഹുവിനെ ആരാധിക്കാത്ത വിശ്വസിക്കാത്ത നിങ്ങൾക്ക് ഭക്ഷണം തന്നത് അള്ളാഹുവല്ലേ? ഇന്നത്തൊരു നേരത്തെ ഭക്ഷണം, അതും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ സ്വന്തം കഴിവ് കൊണ്ടുള്ള ഭക്ഷണമല്ല, അള്ളാഹു നൽകിയതാണ്. അതിൽ നിന്ന് അല്പം ചോദിച്ചപ്പോ നിങ്ങൾക്ക് ഞാൻ തന്നില്ല എന്നതുകൊണ്ട് അല്ലാഹു തആല എന്നോട് പറഞ്ഞത് ശരിയായില്ല. ആ മനുഷ്യൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് ചോദിക്കുന്നു, ഞാൻ ഇത്രയും കൊല്ലം അങ്ങനെ ജീവിച്ചിട്ട് അള്ളാഹു എന്നോട് പെരുമാറുന്നത് ഈ സ്വഭാവത്തിലാണോ? നിങ്ങളുടെ റബ്ബ് എന്നോട് പെരുമാറുന്നത് ഇவ்விதമാണോ? എങ്കിൽ എനിക്ക് ആ റബ്ബ് മതി.
എനിക്ക് ആ റബ്ബിനെയാണ് വിശ്വസിക്കേണ്ടത്, ആ റബ്ബിനെയാണ് ഉൾക്കൊള്ളേണ്ടത്. കാരണം റബ്ബിന്റെ ധർമ്മം വിശാലമാണ്. പക്ഷെ അത് വിശാലമായത് കൊണ്ടൊരു കാര്യം മനസ്സിലാക്കണം, കൂട്ടത്തിൽ അല്ലാഹു തആല കൊടുക്കുന്നത് അവനെ അംഗീകരിച്ചുകൊണ്ടാണെന്ന് നീ ചിന്തിക്കരുത്. ദോഷിയായ മനുഷ്യൻ ഇഷ്ടം പോലെ കൊടുത്തത് അംഗീകാരത്തിനുള്ള തെളിവല്ല. നമ്മൾ എങ്ങനെ അത് കാണുന്നുണ്ട് എന്ന് അള്ളാഹു നോക്കുന്നുണ്ട്. അതിനാത് അള്ളാഹു തആലാനെ ശരിക്ക് വിശ്വസിച്ച് പരീക്ഷണത്തിലായി നടക്കുന്ന ഒരു മനുഷ്യന്റെ മനസ്സിൽ എന്താണ് റബ്ബ് തആല കൊടുത്തതൊക്കെ ആ മനുഷ്യന് പഠിച്ചോനെ ഒരു 10 തലമുറക്ക് ജീവിച്ചാലും തീരില്ലല്ലോ എന്ന് നീ ചിന്തിച്ചിട്ട് അല്ലാഹു തആലാന്റെ നിനക്കുള്ള ഔദാര്യവും ധർമ്മവും കുറച്ച് കണ്ടാൽ അത് പ്രശ്നമാണ്. നിനക്ക് തന്നതും അവന് കൊടുത്തതൊക്കെ റബ്ബിന്റെ ധർമ്മമാണ്. മഹ്ലൂറ, അതാർക്കും തടഞ്ഞു വെക്കപ്പെട്ടതല്ല. ഇവിടെ ദുനിയാവിൽ അതെല്ലാവർക്കും അല്ലാഹു തആല അവൻ ഉദ്ദേശിച്ച രൂപത്തിൽ കൊടുത്തു. പക്ഷെ അതിൽ നമ്മൾ എങ്ങനെയാ കാണുന്നത് അതേ നോട്ടുള്ളൂ. അവിടെയാണ് സഹോദരങ്ങളെ ആദരവായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിശാലമായ ദുനിയാവ്. എന്താ തങ്ങൾക്ക് വേണ്ടത്? തങ്ങൾക്ക് വേണ്ട അത്രയും ഇഷ്ടമുള്ളത് തരാം. ഉഹുദ് പർവ്വതം സ്വർണമായിട്ട് തങ്ങളെ മുന്നിൽ വേണ്ടത് എടുക്കാൻ. ഇപ്പൊ അടുത്ത് ഒരു വിഭാഗത്തിന്റെ കൂടെ ഒരു നല്ല വിഭാഗത്തിന്റെ കൂടെ ഭക്ഷണം കഴിക്കുമ്പോ ഒരു നിധി കിട്ടിയാലുള്ള കഥ ഇങ്ങനെ പറഞ്ഞൊരാൾ, ഒരു നിധി ഇങ്ങനെ കിട്ടല്ലോ, നിധി കിട്ടിയെന്ന് ആൾക്കാർ പറയും. അപ്പൊ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, അയാളാ പറഞ്ഞ പോലെ പൂജന്റെ വലിപ്പൊന്നും വേണ്ടില്ലായിരുന്നു, ഒരു ചെറിയ പായസം കൊടുക്കുന്ന ചെറിയൊരു ക്ലാസിന്റെ വലുപ്പത്തിലുള്ള നിധി കിട്ടിയാൽ മതിയായിരുന്നു, എന്നാലും ഇപ്പൊ ജീവിതം ഒരു പ്രയാസമില്ലാതെ മുന്നോട്ട് പോകുമായിരുന്നു. അത് പൊതുവെ ആൾക്കാരൊരു മോഹാണ്. പക്ഷെ ഈ ദുനിയാവിന്റെ നിലവാരം മനസ്സിലാക്കി, അള്ളാഹുവിന്റെ ധർമ്മത്തിന്റെ വിശാലത മനസ്സിലാക്കി ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഖിറത്തിന്റെ പദവിയിലേക്ക് ചിന്തിച്ചൊരു ചിന്ത നോക്ക് നിങ്ങൾ. ദുനിയാവിലെ ഉഹുദ് മല സ്വർണമായിട്ട് അങ്ങനെയുള്ള വിശാലമായ ഖൽബാർക്കുണ്ടാകുക ലോകത്താർക്കും ഉണ്ടാകൂല. അങ്ങനെ ചിന്തിക്കാൻ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഖൽബുണ്ടാകൂല. സ്വർണം വന്നത്, സ്വർണമല വന്നത് പരീക്ഷണത്തിനല്ല, അങ്ങനെ ഒരു മല ഇനി വരാനുണ്ട്. അത് യൂഫ്രട്ടീസ് നദിയിൽ ഒരു സ്വർണമല വരും. വന്നിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്, ഇനി വരും. അപ്പോ പലരും അവിടെ അവകാശങ്ങളേറ്റ് വരും. ഇപ്പൊ ഒരു കൂട്ടം ആൾക്കാർ ആണവായുധമുണ്ട് എന്ന് പറഞ്ഞ അവകാശങ്ങളേറ്റ് വന്നിട്ട് ആകെ തരിപ്പണാക്കി പോയില്ലേ. അവരന്ന് 1-ാം നമ്പർ സ്ഥാനത്തുണ്ടാവും. ആ നാടിനെ മുഴുവനും, ഇറാഖിനെ മുഴുവനും ചുട്ടരിച്ച് അവിടെ ആണവായുധമുണ്ട്, മറ്റേ ആയുധമുണ്ട് എന്ന് പറഞ്ഞ് നുള്ളിപ്പെറുക്കി വന്ന് ലാസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. എല്ലാവരും ചുട്ടു ചാമ്പലായപ്പോ ആണവായുധമൊന്നുമില്ല, സാധുക്കളായ നാടാണ്. ഇനിയും അങ്ങനെ വരും. അവകാശവാദം ഉന്നയിച്ച്, സമുദ്രങ്ങൾക്ക് വേണ്ടി അവകാശവാദം ഉന്നയിച്ചു വരും. യൂഫ്രട്ടീസ് നദിയിൽ ഒരു സ്വർണ്ണമല വെളിവാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽപ്പെട്ട ഒരു അടയാളമായിട്ട്. അതിനുവേണ്ടി തിക്കും തിരക്കും കൂട്ടി പോകുന്ന ആളുകളൊക്കെ നാശത്തിൽപ്പെടും. അപ്പൊ ആരും പോകൂല എന്നല്ല, കുറേ ആൾക്കാർ പോകും. കാരണം അവിടെ പോയിട്ട് ഈ നാശം ഉണ്ടാകുന്നുള്ള ചിന്തയെക്കാളും കൂടുതൽ അവരെ മനസ്സിനെ സ്വാധീനിക്കുന്നത് ഏതാ? നേരത്തെ ഞാൻ പറഞ്ഞു, ഒരു സ്വർണത്തിന്റെ ഒരു ചെറിയൊരു കട്ടി, ഒരു വിരലിന്റെ അർത്ഥം കിട്ടിയാൽ എങ്ങനെ പോകാതിരിക്കുക, എങ്ങനെ അവകാശവാദം ഉന്നയിക്കാതിരിക്കുക? ആളുകൾ തിക്കും തിരക്കും കൂട്ടിപ്പോകും. അതിനുവേണ്ടി കരാറുകളും കരാറിന്റെ കരാറുകളൊക്കെ നടക്കും. ഇത് ഉഹദ് മല സ്വർണമായിട്ട് വന്നു, തങ്ങളോട് സ്വീകരിക്കാൻ പറഞ്ഞു. തങ്ങൾ പറഞ്ഞു വേണ്ടാന്ന് വെച്ചു. എത്ര വിശാലമായ ഖൽബാണ്! കാരണം ആഖിറത്തിലേക്കാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോട്ട്, ആഖിറത്തിലെ പദവി. അതുകൊണ്ടാണ് കട്ടിലിൽ കിടന്ന് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ പോയി നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കിടത്തം കണ്ടപ്പോ ഞാൻ ആ വീട്ടിലേക്കൊന്നും ഇങ്ങനെ നോക്കി. ആ വീട്ടിൽ എന്താ ഉള്ളത്? ആ വീട്ടില് തങ്ങൾ ഉപയോഗിക്കുന്ന കുറച്ച് പാത്രങ്ങളും ഗോതമ്പും മറ്റും സൂക്ഷിച്ചു വെക്കുന്ന ചെറിയ 2 ചട്ടിയും അങ്ങനെയുള്ള 1-2 സാധനങ്ങളും മാത്രമേ ഉള്ളൂ. തങ്ങൾ എഴുന്നേറ്റിരുന്നപ്പോ എനിക്ക് വിഷമായി.
ഈത്തപ്പന ഓല കൊണ്ട് മുടഞ്ഞുണ്ടാക്കിയ പായയുടെ പാട് സുന്ദരമായ ആ പൂമേനിയിൽ ഇങ്ങനെ അടയാളം വീഴ്ത്തിയിട്ടുണ്ട് കടന്ന ഭാഗത്ത്. അത് കണ്ടപ്പോ എനിക്ക് വല്ലാത്ത സങ്കടം. ഇപ്പൊ ഞാൻ ചോദിച്ചു, നബിയെ, ഒരിത്തിരി സുഖം പറ്റാത്തൊന്നല്ലല്ലോ. എത്ര രാജാക്കന്മാർ എത്ര രീതിയിൽ സുഖിക്കുന്നുണ്ട്. കിസ്രയും കൈസറൊക്കെ എത്ര സുഖത്തിലാണ്. ഈ ഒരു പായയിൽ നിന്ന് ആ പായന്റെ മേലുള്ള വിരിപ്പും മാത്രല്ലാതെ അതിനിടയിൽ ഒരു ബെഡും കൂടി ഇട്ട് ഒരു സുന്ദരമായിട്ടൊരു കിടത്തം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ മറുപടി, ഉമറേ, വഹും മുലൂഖുദ് ദുനിയ, അവർ ഈ ഭൗതിക ലോകത്തെ രാജാക്കന്മാരാണ്, ഇവിടത്തെ മാത്രം. വഅമ്മാ നഹ്നു ഫഅബ്നാഉൽ ആഖിറ, നമ്മൾ ആഖിറത്തിന്റെ സന്തതികളാണ്. അവിടുത്തെ സ്ഥാനമാനങ്ങളാണ് നമുക്ക് ഏറ്റവും കൊതിയുള്ളത്, താല്പര്യമുള്ളത്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ മതി എന്നുള്ള ചിന്തയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർണ്ണമായും തൃപ്തിപ്പെട്ടു. റബ്ബ് തആല ചെയ്യുന്ന ധർമ്മം ചെറുതല്ല, വലുതാണ്. ഇവിടെ കിട്ടുന്നത് ചെറുതായി കാണേണ്ട, വലുതാണ്. പക്ഷേ ഇവിടെ കിട്ടുന്നതാണ് വലുത് എന്ന് ചിന്തിക്കരുത്. അല്ല അല്ല, ഇവിടുത്തേതല്ല വലുത്. ഇവിടുത്തേത് വലുതാണെങ്കിൽ അതിന് ലിമിറ്റ് ഉണ്ടാകൂലായിരുന്നു, ഇതിന് പരിധിയുണ്ട്, പരിമിതിയുണ്ട്. എപ്പോഴും നമ്മുടെ കയ്യിൽ ഇത് ഉണ്ടായിക്കൊള്ളുന്നില്ല. ഉൻദുർ കൈഫ ഫദ്ദൽനാ ബഅദഹും അലാ ബഅദ്, ചിന്തിച്ചു നോക്കൂ, മനുഷ്യന്മാരിൽ ചിലരെ മറ്റു ചിലരേക്കാൾ നാം മഹത്വപ്പെടുത്തിയത് എങ്ങനെയാണ്. ആ മഹത്വത്തിന്റെ വിശദീകരണം അല്ലാഹു മൊത്തത്തിലാണ് പഠിപ്പിച്ചത്. ആർക്ക് ആരെക്കാൾ മഹത്വം എന്നത് ഇവിടെ വിശദീകരിച്ചില്ല. ധനാഢ്യന്മാർക്ക് ദരിദ്രരെക്കാളും മഹത്വം ഞാൻ കൊടുത്തിട്ടുണ്ട് എന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ല. രോഗികളെക്കാൾ ആരോഗ്യവാന്മാർക്ക് ഞാൻ മഹത്വം കൊടുത്തു എന്ന് പറഞ്ഞിട്ടില്ല. മൊത്തത്തിൽ അല്ലാഹു തആല മഹത്വം കൊടുത്തു എന്ന് പറഞ്ഞു. കാരണം ഒരു വിഷയത്തിൽ മഹത്വം കൊടുത്ത ആള് മറ്റൊരു വിഷയത്തിൽ മഹത്വം കുറഞ്ഞു നീ കാണുന്നുണ്ടെങ്കിലും ഒരു വിഷയത്തിലുള്ള മഹത്വം തന്നെ അയാൾക്ക് ധാരാളമാണ്. പല കാര്യങ്ങളും നീ ചേർത്തി നോക്കുമ്പോൾ അയാളിൽ ഒരു പക്ഷേ കാണുന്നില്ല, എന്നാൽ ഒരു മഹത്വം നീ അയാളിൽ കാണുന്നുണ്ട്. ആ മഹത്വം മറ്റുള്ള പലരിലും നിനക്ക് കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരൊറ്റ മഹത്വം കൊണ്ട് അയാൾ ഏറ്റവും വലിയ മേലെയാണ്. ഇവിടെ ഖുർആൻ പണ്ഡിതന്മാര് പറഞ്ഞു, മനുഷ്യന്റെ ഒരു പിഴച്ച നോട്ടമുണ്ട് ഇവിടെ. ചിന്തിക്കാനാ നമ്മളോട് പറഞ്ഞു. ഉന്നൂർ ഒരു പിഴച്ച ചിന്തയുണ്ട്. അതെന്താ? എല്ലാ ഭാഗത്തുനിന്നും പുരോഗതിയും മറ്റും ഒക്കെ ശരിയായിട്ടുണ്ടോ എന്നുള്ളൊരു നോട്ടം. എല്ലാ ഭാഗത്തും, ജീവിതത്തിന്റെ എല്ലാ ഭാഗത്തും. അല്ലാഹു തആല നമ്മളെ ഇവിടെ ഒരു സാമ്പിളായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്നും ഒരു പകർത്താൻ പറ്റിയ പകർപ്പുകളായിട്ടോ അല്ലാഹു തആല നമ്മളെ വെച്ചിട്ടില്ല. ജീവിതത്തിന്റെ സൗന്ദര്യത്തിന്, സൗകര്യത്തിന് വേണ്ട അനുഗ്രഹങ്ങളൊക്കെ അല്ലാഹു തആല നമുക്ക് തന്നു. നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ഒരാള് ഒരുപാട് അനുഗ്രഹങ്ങൾ അയാളിലുണ്ട്. പക്ഷേ നമ്മിൽ ഒരാൾക്ക് വേണ്ട ഔദാര്യങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അന്യോന്യം ബന്ധങ്ങൾ മുടങ്ങിപ്പോകും. ഒരാൾക്കുള്ള മഹത്വം മറ്റേയാൾക്കില്ല. എന്തേ കാരണം അല്ലാഹു അങ്ങനെ വെച്ചത്? അയാളിൽ ചില ആവശ്യങ്ങളുണ്ട്, അത് മറ്റുള്ളവർക്ക് നടക്കണം. എന്നാൽ ഈ ആവശ്യമുള്ള ആളിൽ ചിലതില്ല, അത് മറ്റുള്ളവരിലുണ്ട്, അവിടുന്ന് ഇങ്ങോട്ടും നടക്കണം. അത് അല്ലാഹു ചെയ്ത റഹ്മത്താണ്, ഔദാര്യമാണ്. ഒരു വിഷയത്തിൽ അല്ലാഹു തആല നിന്നെ മുഫദ്ദലാക്കി, ശ്രേഷ്ഠവാനാക്കി. അതേ സമയത്ത് ഒരുപാട് വിഷയങ്ങളിൽ മറ്റു പലരെയും അല്ലാഹു തആല മഹത്വം കൊടുത്തു. അവരെ മഹത്വങ്ങൾ ആവശ്യപ്പെട്ട് നീ അങ്ങോട്ട് പോകണം, നിന്റെ മഹത്വങ്ങൾ ആവശ്യപ്പെട്ട് അവർ ഇങ്ങോട്ടും വരണം. അങ്ങനെയാണ്. അതുകൊണ്ടാണ് വ്യത്യസ്ത ആളുകൾക്ക് വ്യത്യസ്ത ജോലി പഠിപ്പിച്ചത്. എല്ലാവർക്കും ഒരു ജോലി അല്ലാഹു തആല പഠിപ്പിച്ചില്ല. എല്ലാ ജോലികളും കൂടെ ഒരാൾക്കും പഠിപ്പിച്ചില്ല. അത് ഓരോരുത്തർക്കും ഓരോരുത്തരെയും ബന്ധപ്പെട്ട് ജീവിക്കാനാണ്. അതിനാണ് അങ്ങനെ വെച്ചത്. അത് അല്ലാഹു നൽകിയ വലിയൊരു റഹ്മത്താണ്. മനുഷ്യ ജീവിതത്തിന്, സമൂഹത്തിൽ നല്ല നിലനിൽപ്പിന് ആവശ്യമായിട്ട് അല്ലാഹു തആല വെച്ചൊരു കാര്യമാണ്. പക്ഷെ അങ്ങനൊക്കെ ചിന്തിക്കുമ്പോഴും ദുനിയാവിൽ അല്ലാഹു തആല കൊടുത്ത സ്ഥാനമാനങ്ങൾ നോക്കിയിട്ട് അവരിൽ നല്ലവരാണ്
ഏറ്റവും നല്ലവരാണ്. ദുനിയാവിന്റെ ഗ്രേഡുകളെ കൊണ്ട് നീ വിലയിരുത്തരുത്. അയാൾ ഇത്ര കൊല്ലം ഇങ്ങനെ സമ്പാദിച്ച ആളാണ്, ഇങ്ങനെ ജോലി എടുത്ത ആളാണ്, ഇങ്ങനെ ജീവിച്ച ആളാണ്. ജീവിതോപാധികൾ വെച്ചിട്ട്, സ്ഥാനമാനങ്ങൾ വെച്ചിട്ട് അയാൾ ഉഷാറാണ് എന്ന് നീ വിലയിരുത്തരുത്. വിലയിരുത്തേണ്ടത് ഏത് വെച്ചിട്ടാണ്? തഖ്വയും സൽക്കർമ്മവും വെച്ചിട്ടാണ് വിലയിരുത്തേണ്ടത്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും ബഹുമാനം കൂടിയവൻ അല്ലാഹുവിന്റെ അടുക്കൽ ഈമാനും തഖ്വയും നിറഞ്ഞ് അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് മുസ്ലിമായ മനുഷ്യൻ മറ്റുള്ളവർ സ്ഥാനം സൂക്ഷിക്കുമ്പോൾ ഇസ്ലാമിന്റെ ഈ അദബ് പാലിക്കണം. നിന്നേക്കാൾ ഒരാൾക്ക് അല്ലാഹു മഹത്വം കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് മറ്റൊരാളെ നീ നിസ്സാരമാക്കരുത്. നിനക്കറിയാത്തൊരു പണി ആൾക്കറിയും, അയാളൊരു ആശാരിയാണ്, നീ ആശാരിയല്ല, എന്നാ അയാളെ നീ ബഹുമാനിക്കണം. അയാൾക്ക് ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ ഒരു കല അയാളിലുണ്ട്, ആശാരി. ദാവൂദ് നബി അലൈഹിസ്സലാം കാന നജ്ജാറൻ, നല്ല 1-ാം നമ്പർ ആശാരി. അത് മരത്തിൽ മാത്രമുള്ള ആശാരില്ല, ഇരുമ്പിലും കൂടി, രണ്ടിനും കൂടിയുള്ള ആശാരി ചിലപ്പം കുറേ കാലം. ഇരുമ്പിന്റെ പണിയെടുക്കുന്ന ആൾക്കാരാണ്. എന്താ ആൾക്ക് പണി? ആൾക്ക് ഇരുമ്പിന്റെ പണിയാണ്. ഇരുമ്പ് കയ്യിൽ അങ്ങോട്ട് കിട്ടിയാൽ അതുകൊണ്ട് വിവിധ രൂപഭാവങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അതിന് ഉപകരണങ്ങളൊക്കെ അയാളെ കയ്യിലുണ്ട്. ഓ, അയാൾ ഉഷാറാണ്, അതാപ്പ അയാൾക്കറിയാം എന്ന് നീ ചെറുതാക്കരുത്. നിനക്കറിയാത്ത ഒരു വിഷയം അയാളിലുണ്ടെങ്കിൽ അയാൾ ആ മഹത്വം നീ കാണണം. ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു അദബ് അങ്ങനെ. ഇനി ഇതൊന്നുമല്ല, ഈ കഴിവുകളൊന്നുമല്ല, അയാൾക്ക് വേറൊരു കഴിവുണ്ട്. എന്താണ് ആ കഴിവ്? ആ കഴിവ് നിനക്കില്ല, പലപ്പോഴും നിനക്കത് ലഭിക്കുന്നില്ല. കഴിവുകളിൽ ഏറ്റവും വലിയൊരു കഴിവ് അയാളുടെ മക്കൾക്കും കുടുംബത്തിനും ഭാര്യക്കും സമൂഹത്തിനും ഖുർആൻ പഠിപ്പിക്കാനുള്ളൊരു കഴിവ് അയാൾക്കുണ്ട്. അത് വലിയൊരു കഴിവാണ്. നീ ഇപ്പുറത്ത് ഒരുപാട് ക്വാളിഫിക്കേഷൻ ഉള്ള ആളാണ്, നിന്റെ കഴിവിനെ കുറക്കണമൊന്നുമില്ല. നിനക്ക് മലയാള ഭാഷ നല്ല സാഹിത്യ സമ്പുഷ്ടമായി അറിയും, ഇംഗ്ലീഷും അറിയും, നല്ല കഴിവാണ്, തെറ്റാ. ഹിന്ദി അറിയും, ഒരുപാട് ഭാഷകൾ കൈകാര്യം ചെയ്യണം. പക്ഷേ നിനക്ക് അയാൾ ഓതും പോലെ നല്ല ഖുർആനിന്റെ യഥാർത്ഥ ശൈലിയിലും രീതിയിലും തജ്വീദിലും ഓതാൻ കഴിയൂല. എന്നാൽ നീ അയാളെ നല്ലോണം ബഹുമാനിക്കണം. അയാൾ നിന്നെ ബഹുമാനിക്കുമ്പോൾ നിന്റെ ഭാഷയുടെ പ്രാവീണ്യം കൊണ്ട് നിന്നേക്കാൾ കൂടുതൽ നീ അയാളെ ബഹുമാനിക്കണം. കാരണം നിന്നേക്കാൾ വലിയൊരു കഴിവ് അയാളിലുണ്ട്. ഇത് മുസ്ലിം പാലിക്കേണ്ട, എപ്പോഴും സൂക്ഷിക്കേണ്ട ഒരു അദബാണ്. മഹത്വമുള്ള ആളുകളെ കാണുമ്പോൾ അവരുടെ ആ വിഷയം നീ ശരിക്ക് സൂക്ഷിച്ചുകൊണ്ട് നീ പെരുമാറണം. ആളുകൾ വ്യത്യസ്ത രീതിയിലുള്ള ആളുകളാണ്. അല്ല, ചെറിയ ഒരു ജോലി, കുറച്ച് വിനയമുള്ള ഒരു ജോലി എന്ന് പറയാൻ പറ്റും. വസ്ത്രം തുന്നുന്ന ജോലി. ചിലപ്പോൾ ആൾക്കാർ പറയും അത് ഒരു താഴ്ന്ന ജോലിയാണ്. താഴ്ന്ന ജോലിയൊന്നുമില്ല. എന്താ താഴ്ന്ന ജോലി? നല്ല പൈസ ഉള്ള ജോലിയാണ്. ഇതിനെ ഒരു തവാളുള്ള ജോലി എന്ന് പറയും. ആ പണിയിൽ അങ്ങനെ മുഴുകുന്നതുകൊണ്ട് ദൈവത്തിന്റെ മീമത്ത് കുറവുണ്ടാവും. അത് വേറൊന്നിലേക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇങ്ങനെ അടിക്കുന്ന വേറെ ഭാഗത്തെത്തി പോകും. അപ്പൊ ശ്രദ്ധ കൂടുതൽ ഇതിൽ കൊടുക്കുന്നതുകൊണ്ട് അപ്പുറത്തുള്ള സംസാരത്തിന് മറുപടി അറിയാനോ അതിൽ മുഴുകാനോ നേരം കിട്ടില്ല. അപ്പൊ അതങ്ങനെ മുന്നോട്ട് പോകും. പക്ഷെ അങ്ങനത്തെ ഒരു ചെറിയ പണിയാണെങ്കിലും ചില സന്ദർഭങ്ങളിൽ അയാളെ വാതിൽ പിടിക്കലും നിറയെ ആളുകളെ കാണാം. പെരുന്നാളിന്റെ തലേന്നും സ്കൂൾ തുറക്കുന്നതിന് മുമ്പൊക്കെ ആയിട്ട് ആളുകൾ ഇങ്ങനെ വരി വരി നിൽക്കുന്ന കാണും. എന്താ നിങ്ങളിവിടെ? കുട്ടീന്റെ യൂണിഫോം അടിച്ചു കിട്ടിയില്ല, അത് കൊണ്ടു നിർത്തുന്നത്. എന്താ ഇവിടെ? ഞാൻ കഴിഞ്ഞ ആഴ്ച കൊടുത്തൊരു ഡ്രസ്സാണ്, നാളെ മറ്റന്നാളായ പെരുന്നാളാണ്, അടിച്ചു കിട്ടിയില്ല. അപ്പൊ അയാൾക്കുമുള്ള മഹത്വം അറിയിക്കാനാണ് ആ വരി വരിയായിട്ട് ആളുകൾ നിൽക്കുന്നത്. അയാൾക്കും കൊണ്ടൊരു മഹത്വം. അയാളെയും ആ ഒരർത്ഥത്തിൽ നീ ബഹുമാനിക്കുകയും കാണുകയും ചെയ്യണം. അതൊരു മോശമുള്ള കാര്യമൊന്നുമല്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിന്റെ ജീവിതത്തെ പറ്റി പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് കൊടുത്ത റഹ്മത്ത് നുബുവത്തിനെ പറ്റി ചോദ്യം ചെയ്തു. മക്കത്തും മദീനത്തുള്ള ചില ആളുകൾ അല്ലാഹു തആല കൊടുക്കേണ്ടത് ശരിക്കും നുബുവത്ത് നബി തങ്ങൾക്കല്ല എന്ന് അവർ പറയുന്നത്, വേറെ ആളുകൾ കൊടുക്കണം. അപ്പൊ അല്ലാഹു തആല ചോദിക്കാണ്, അഹും യഖ്സിമൂന റഹ്മത റബ്ബിക്, നബിയെ റബ്ബിന്റെ റഹ്മത്ത് വിഹിദിക്കുന്നത് അവരാണോ?
എന്റെ റഹ്മത്തായി ഞാൻ തങ്ങൾക്ക് നൽകിയ നുബുവത്തും റിസാലത്തും അത് വേറെ ആളുകൾക്കാ കൊടുക്കേണ്ടതെന്ന് പറയണമെങ്കിൽ അത് വിഭജനം ചെയ്യുന്ന ആളുകൾ അവരാ. നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തിദ് ദുനിയ. ഈ ഭൗതിക ജീവിതത്തിൽ അവർക്കുള്ള ജീവിതോപാധി നമ്മളാണ് വിഭജിച്ചു കൊടുത്തിരിക്കുന്നത്. വറഫഅനാ ബഅദഹും ഫൗഖ ബഅദിൻ ദറജാത്ത്. അവരിൽ തന്നെ ചിലരെക്കാൾ മുകളിൽ നമ്മൾ നിർത്തിയിട്ടുണ്ട്, ചിലരെ താഴെ നിർത്തിയിട്ടുണ്ട്, മറ്റു ചിലർ മുകളിലാകുമ്പോൾ ദുനിയാവിൽ. എന്നിട്ട് അല്ലാഹു തആല കൊടുത്ത ഈ സ്ഥാനത്തെ പറ്റി അത് ശരിയായില്ല, അത് കൊടുക്കേണ്ടതുപോലെ കൊടുത്തില്ല എന്നവർ പറയുന്നത് ശരിയല്ല. അല്ലാഹു തആലാന്റെ മുന്നിൽ എല്ലാ ആളുകൾക്കും അല്ലാഹു തആല കൊടുത്തത്, വ്യത്യാസത്തിൽ കൊടുത്തത്, വ്യത്യസ്ത വ്യത്യാസങ്ങളിൽ കൊടുത്തത് അല്ലാഹുവിന്റെ മുന്നിലെത്തുമ്പോൾ ഒക്കെ സമമാണ്. നമ്മളെ കൂട്ടത്തിൽ പ്രത്യേകത കൽപ്പിച്ച് കുറെ മഹത്വങ്ങൾ കിട്ടിയിട്ട് ആരും അല്ലാഹുവിന്റെ പുത്രനായിട്ടില്ല. അല്ലാഹുവിന്റെ കുടുംബത്തിലേക്ക് ചേർക്കാൻ പറ്റുന്ന കുടുംബ ബന്ധത്തിൽ ആരുമില്ല. അല്ലാഹുവിലേക്ക് എത്ര മഹത്വങ്ങൾ അല്ലാഹു തന്നിട്ടുണ്ടെങ്കിലും എല്ലാവരും അല്ലാഹുവിന്റെ അടിമകളാണ്. അല്ലാഹു നൽകുന്ന ധർമ്മത്തിൽ എല്ലാവരും സമന്മാരാണ് ദുനിയാവിൽ കൊടുക്കുന്നതിൽ. എന്നാ ബുദ്ധിയുള്ള മനുഷ്യന്മാര് ആഖിറത്തിലേക്ക് അങ്ങോട്ട് ചിന്തിക്കുമ്പോഴോ അവിടെ വ്യത്യാസമുണ്ട്. വലൽ ആഖിറത്തു അക്ബറു ദറജാത്തിൻ വഅക്ബറു തഫ്ളീല. ആഖിറത്തെ പദവികൾ അത് വ്യത്യാസം. ദുനിയാവിൽ തന്നെ വ്യത്യാസങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ആഖിറത്തിലെ വ്യത്യാസമാണ് ശരിക്കുള്ള വ്യത്യാസം. അല്ലാഹു തആല നേർക്ക് നേരെ വ്യത്യാസം കൊടുത്ത വ്യത്യാസം. ദുനിയാവിന്റെ അവസ്ഥ നീ ഒന്ന് ചിന്തിച്ചു നോക്ക്, ആഖിറത്തിനോട് അതിനെ നീ ഒന്ന് ചേർത്തി നോക്കൂ. അപ്പോൾ ആഖിറത്തിന്റെ ഡിഗ്രിയും പദവിയും നിനക്ക് ഏറ്റവും വലുത് കാണാം. ദുനിയാവിലെ നിന്റെ ആയുഷ്കാലം അതിന് സമയബന്ധിതമാണ്, മരണത്തോടത് അവസാനിക്കും. ദുനിയാവിൽ നീ ജീവിക്കുന്ന ആയുസ്, നിന്റെ നിലനിൽപ്പ് എത്രയാണോ അത്രയാണ് നിനക്കുള്ള ആയുസ്. നീ ശേഷിച്ച് നീ അതിൽ നിന്ന് കഴിഞ്ഞുപോയാൽ നീ കയ്യിൽ വെച്ചിരിക്കുന്നത് മറ്റുള്ളവർക്കുള്ളതാണ്. നിനക്ക് അല്ലാഹു തന്ന സർവ്വ അനുഗ്രഹങ്ങളും മറ്റുള്ളവരിലേക്ക് നീങ്ങിപ്പോകുന്നതാണ്. കൈമാറി കൈമാറി മറ്റു പലരും അത് ഉപയോഗിച്ച് അങ്ങനെ പോകും. ദുനിയാവിൽ തന്നെ ഇപ്പോൾ സമ്പത്തുള്ള ആള് കുറച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഫഖീറായി മാറും. ആരോഗ്യവാൻ കുറച്ചു കഴിഞ്ഞാൽ രോഗിയാകും. ദുനിയാവിന്റെ അനുഗ്രഹങ്ങൾ നിന്റെ സൗകര്യങ്ങൾക്കനുസരിച്ച്, കാരണങ്ങൾക്കനുസരിച്ച് മാറ്റം വരുന്നതാണ്. ഒരേ ലെവലിൽ നിൽക്കുന്നതും മറ്റും അല്ല. ദുനിയാവിൽ അല്ലാഹു തആല നിനക്ക് ഏറ്റവും സുഖവും സന്തോഷമുള്ള ഡിഗ്രി തന്നു എങ്കിൽ നീ മനസ്സിലാക്കണം, ആ അനുഗ്രഹത്തെ രണ്ട് കാര്യങ്ങൾ അതിനെ ചുരുക്കിക്കളയുന്നുണ്ട്. ഒരു രാജാവ് വീടുണ്ടാക്കിയിട്ട്, വലിയ കൊട്ടാരം പോലത്തെ വീടുണ്ടാക്കിയിട്ട് അതിൽ വല്ല കുറവും പറഞ്ഞു തരാൻ പറ്റിയ ആളുകൾ ഉണ്ടെങ്കിൽ വരണമേ, സമ്മാനം തരുന്ന അനൗൺസ്മെന്റ് ചെയ്തു. പഴയ കാലത്ത് വലിയൊരു കൊട്ടാരം, അങ്ങനത്തെ കൊട്ടാരം നമ്മുടെ നാട്ടിലുണ്ടാവില്ല. വലിയൊരു ചരിത്രമാണ്, ഞാനത് മുഴുവനായി പറയല്ല, സമയം ഉണ്ടാവില്ല. അങ്ങനെ നാട്ടുകാർ മുഴുവനും വന്ന് ഭക്ഷണം കഴിച്ച് എല്ലാവരും ഇങ്ങനെ ചുറ്റിക്കറങ്ങി കാണാണ്. പരാതി പേപ്പറും പരാതി പെട്ടിയൊക്കെ ഒരു ഭാഗത്തുണ്ട്, എഴുതിയിടണം. അപ്പൊ വൈകുന്നേരം ആകുമ്പോ പെട്ടി പൊളിക്കും. പരാതി പരിശോധിച്ച് പോരായ്മ കണ്ടെത്തുന്ന ആളുകൾക്ക് സമ്മാനമുണ്ട്. കുറവൊന്നുമില്ല എന്ന് എഴുതിയ ആൾക്കാർക്ക് സമ്മാനമല്ല, കുറവ്. ആ കുറവ് പറഞ്ഞു തരണം. അങ്ങനെ ആ പെട്ടി തുറന്നു നോക്കുമ്പോ കുറവ് എഴുതിയത് ഒരാള് മാത്രമാണ്. ഒരാളെ പേപ്പർ തുറന്നു നോക്കുമ്പോ അയാൾ പറഞ്ഞു കുറവുണ്ട്. എന്താണ് കുറവ്? അന്ന സ്വാഹിബ ഹാദിഹി ദാരി യമൂത്. ഈ വീടിന്റെ ഉടമസ്ഥനായി നിൽക്കുന്ന ആള് കുറച്ചു കഴിഞ്ഞാൽ മരിക്കും. ഈ വീട് കുറച്ചു കഴിഞ്ഞാൽ തകർന്ന് തരിപ്പണമാകും. അയാൾക്ക് ആ സമ്മാനം കൊടുത്തു. ആ സമ്മാനത്തോടു കൂടെ കൊട്ടാരണ്ടാക്കിയ ആള് ചെറ്റക്കുടിലേക്ക് താമസം മാറ്റി. കാരണം ആ കുറവ് കണ്ടപ്പോൾ ആ കുറവ് അയാളെ മനസ്സിനെയും ശരീരത്തെയും ഒന്നാകെ തിരുത്തി. അതാണ് ഇവിടെ ഖുർആൻ പണ്ഡിതന്മാർ പറയുന്നത്, എത്ര വലിയ ഡിഗ്രിയിൽ ജീവിക്കുന്ന ആളാണെങ്കിലും
യുനഗിസുഹു അംറാൻ, നിന്റെ അനുഗ്രഹങ്ങൾ സർവ്വതും രണ്ട് വിഷയങ്ങൾ അതിനെ തിരുത്തും, അതിനെ ചുരുക്കും. ഒന്ന് ഇമ്മാ അൻ തഫൂത ഹാദൻ നഈമു ബിൽ മൗത്ത്, മരണത്തോടെ ഈ അനുഗ്രഹം നഷ്ടപ്പെട്ടു പോകും, ഈ സുഖം തീർന്നു പോകും. വ ഇമ്മാ അൻ യഫൂതക ഹുവ ബിമാ തതഅറദു ലഹു മിൻ അഗ്യാരിൽ ഹയാ, മറ്റുള്ള ആളുകളിലേക്ക് നിനക്ക് കിട്ടിയ അനുഗ്രഹം വെളിവായി നിന്റെ അനുഗ്രഹം നീങ്ങിപ്പോകും. അപ്പോഴും നിനക്കത് നഷ്ടപ്പെട്ടു പോകും. മരിക്കാതെ തന്നെ ആവശ്യക്കാര് വന്നപ്പോ നീ അങ്ങ് കൊടുത്തു, അപ്പോൾ പിന്നെ ആ സുഖം അവർക്കായി നിന്റെ സുഖം പോയി. അല്ലെങ്കിലോ നീ മരിക്കലോടെ നിനക്കുള്ള സുഖം നഷ്ടപ്പെട്ടു പോയി. പരലോകമോ അവിടെ ആയുസ്സിന് അറ്റമില്ല, ആയുസ് തീരുന്നില്ല. അവിടെയുള്ള സുഖമോ നീങ്ങിപ്പോകുന്നതല്ല, പരിധിയില്ലാത്ത സുഖമാണ്. റബ്ബ് തആല ഒരിക്കലും നാശം വരാത്ത ഒരു ഭവനത്തിലാണ് നിന്നെ താമസിപ്പിക്കുന്നത്. രണ്ടും ചേർത്തിട്ട് നീ ഒന്ന് ചിന്തിക്കണം. നീ ഒന്ന് ചിന്തിക്കണം, ഏതാണ് വേണ്ടത്? വലൽ ആഖിറത്തു അക്ബറു ദറജാത്തിൻ വഅക്ബറു തഫ്ളീലാ, പരലോകം ഏറ്റവും വലിയ പദവിയും ഏറ്റവും വലിയ മഹത്വവും നിറഞ്ഞതാണ്. നിനക്ക് ഏത് വേണമെന്ന് നീ ചിന്തിച്ചാൽ നിനക്ക് മനസ്സിലാകും. ദുനിയാവിലെ സുഖങ്ങളെപ്പറ്റി, ആഖിറത്തിലെ സുഖങ്ങളെപ്പറ്റി നീ നന്നായി ചിന്തിക്കുമ്പോൾ നീ പറയും അവസാനം ആഖിറത്തിലെ സുഖം മതി, ആഖിറത്തിലെ പദവി മതി എന്ന് നീ പറയും. ബഹുമാനപ്പെട്ട ഇമാം ഇസ്മായിലുൽ ഹഖിൽ ബറൂസവി റഹ്മത്തുള്ളാഹി അലൈഹി ആഖിറത്തിന്റെയും ദുനിയാവിന്റെയും പദവികൾ വ്യത്യാസപ്പെടുത്തി പറഞ്ഞപ്പോൾ കൊണ്ടുവന്ന ഹദീസ് കാണാം. ഇന്ന ഫിൽ ജന്നതി മദീന, സ്വർഗത്തിൽ ഒരു സിറ്റിയുണ്ട്. മിന്നൂർ, പ്രകാശം കൊണ്ട് നിർമ്മിതമായ സിറ്റി. ലം യൻദുർ ഇലൈഹാ മലകുൻ മുഖറബുൻ വലാ നബിയ്യുൻ മുർസലുൻ, ആ നഗരം ഇതുവരെ ഒരു മലക്കും കണ്ടിട്ടില്ല, മുർസലായ ഒരു നബിയും കണ്ടിട്ടില്ല. ജമീഉ മാ ഫീഹാ മിനൽ ഖുസൂരി വൽ ഖുറഫി വൽ അസ്വാജി വൽ ഖദമി മിനൻ നൂർ, അതിലുള്ള കൊട്ടാരങ്ങൾ, അതിലുള്ള സൗകര്യമുള്ള മുറികൾ, അതിലുള്ള ഇണകൾ, അതിലുള്ള പരിപാലനം ചെയ്യുന്ന ആളുകൾ മുഴുവനും മിനൻ നൂർ, പ്രകാശം സ്ഫുരിക്കുന്നതാണ്. അഅദ്ദഹല്ലാഹു ലിൽ ആഖിലീൻ, ബുദ്ധിമാന്മാർക്ക് അല്ലാഹു തയ്യാറാക്കിയതാണ്. അല്ലാഹുവിനെ കുറിച്ച് കൂടുതൽ ഇൽമുള്ളവർ, അതാണ് ഇവിടെ ബുദ്ധിമാന്മാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാഹുവിനെ കുറിച്ച് കൂടുതൽ ഇൽമുള്ള മഹാന്മാർ അല്ലാഹുവിന്റെ സിഫത്തുകളെ കുറിച്ച്, അനുഗ്രഹങ്ങളെ കുറിച്ച്, ഔദാര്യങ്ങളെ കുറിച്ച്, കഴിവുകളെ കുറിച്ച് ചിന്തിക്കുകയും അതിനെക്കുറിച്ച് ആലോചിക്കുകയും അതിൽ ശുക്ർ ചെയ്യുകയും ചെയ്യുന്ന ബുദ്ധിമാന്മാർ. ഫഇദാ മയ്യസല്ലാഹു അഹ്ലൽ ജന്നതി മിൻ അഹ്ലിൻ നാർ, നരകക്കാരിൽ നിന്ന് സ്വർഗ്ഗക്കാരെ അല്ലാഹു തആല വേർതിരിച്ചാൽ, മയ്യസ അഹ്ലൽ അഖ്ൽ, നല്ലോണം ബുദ്ധി കൊണ്ട് ചിന്തിച്ച് അല്ലാഹുവിന്റെ സിഫത്തുകളെ പഠിപ്പിച്ച ഒരുപാട് ഉലമാക്കളുണ്ട്. റബ്ബ് തആലയുടെ കഴിവുകൾ വിശദമായി പഠിപ്പിച്ച മഹാന്മാരുണ്ട്. നിങ്ങൾ നോക്കി, ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദിനിൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി എത്രയാണ് റബ്ബിന്റെ കഴിവുകൾ വിശദമാക്കി എഴുതിയിരിക്കുന്നത്. ഒരുപാട് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആത്മീയ രംഗത്തുള്ള ഒരുപാട് മഹാന്മാർ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ വിശാലത വിശദീകരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അവിടുത്തെ ഗ്രന്ഥങ്ങളിൽ മിക്ക ഗ്രന്ഥങ്ങളിലും റബ്ബ് തആല നൽകുന്ന ഔദാര്യങ്ങളെ പറ്റി എണ്ണി എണ്ണി പഠിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഫത്ഹുർ റബ്ബാനിയിൽ കാണാം, റബ്ബ് തആല തരുന്ന ഓരോ അധികാരങ്ങളും ആ അധികാരത്തിന്റെ പിന്നിൽ അല്ലാഹു തആല വഴി നടത്തുന്നതും റബ്ബ് തആലയുടെ നിയന്ത്രണവും ഓരോന്നും എണ്ണി എണ്ണി പഠിപ്പിച്ചത് കാണാം. അത്തരത്തിലുള്ള ബുദ്ധിമാന്മാരെ അല്ലാഹു കൊണ്ടുപോയി കുടിയിരുത്തുന്നത്, സുഖിപ്പിക്കുന്നത് ഈ സിറ്റിയിലാണ്, ഈ നൂറിന്റെ സിറ്റിയിലാണ്, നൂറ് കൊണ്ട് പൊതിഞ്ഞ നഗരത്തിലാണ്.
ഫയുജ്സി കുല്ല ഖൗമിൻ അലാ ഖദ്രി ഉഖൂലിഹിം. ഓരോരുത്തരുടെയും ബുദ്ധിയുടെ ചിന്തയുടെ അളവനുസരിച്ച് അല്ലാഹു തആല ജസാവ് കൊടുക്കും. സുബ്ഹാനല്ലാഹ്, വ്യത്യസ്ത ദറജകളാണ്. കമാ ബൈനൽ മശാരിഖി വൽ മഗാരിബ്, മശ്രിഖ് മഗ്രിബിന്റെ ഇടയിലുള്ള ദറജകൾ പോലെ ആയിരമായിരം വർധനവ് അല്ലാഹു തആല കൊടുക്കുന്നു. ഇവിടെ പരീക്ഷണങ്ങൾ അനുഭവിച്ച് കഷ്ടപ്പെട്ട് ജീവിച്ച മുഅ്മിനീങ്ങൾക്കൊക്കെ അവിടെ വലിയ ഗ്രേഡാണ്. ഇന്ന ഫിൽ ജന്നതി ദറജ ലാ യനാലുഹാ ഇല്ലാ അസ്ഹാബുൽ ഹുമൂം. ടെൻഷനുള്ള ആളുകൾ. എന്തിലാ ടെൻഷൻ എന്നറിയോ? എന്തിലാ ടെൻഷൻ? നന്മ തേടുന്നതിലും അതുപോലെ തന്നെ വിഷമങ്ങൾ സഹിക്കുന്നതിലും പ്രതിസന്ധികൾ തരണം ചെയ്യുന്നതിലും എന്തെങ്കിലും വൈകല്യങ്ങളിലൊക്കെ ഹമ്മ് വന്ന്, പടച്ചോനെ എനിക്കത് നഷ്ടപ്പെടുവോ, എനിക്കത് കിട്ടാതെ പോവോ, ഞാൻ അന്ന് ഇങ്ങനെ ചെയ്തു, ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനൊക്കെ ഒരു ഹമ്മോടുകൂടെ ജീവിക്കുന്ന ആളുകൾക്ക് സ്വർഗത്തിൽ ഒരു ദറജയുണ്ട്. സ്വർഗത്തിൽ ആലിമിനുള്ള ദറജ, വല്ലദീന ഊത്തുൽ ഇൽമ ദറജാത്ത്. ഇൽമ നൽകപ്പെട്ട ആളുകൾക്ക് ഒരുപാട് ദറജകളുണ്ട്. അള്ളാഹു നമുക്കും നമ്മോട് ബന്ധപ്പെട്ട സർവർക്കും നൽകുമാറാകട്ടെ. ഇൽമ അതിന്റെ ഒരു ഭംഗി നമ്മുടെ നാട്ടിൽ അല്ലാഹു തആല ഇനിയും ഇനിയും ഉത്തരോത്തരം ഉയർത്തി തരട്ടെ. നമ്മുടെ നാട്ടിൽ ഈ കേരളത്തിലും കേരളത്തിനോടൊപ്പം ചാരി നിൽക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെയുള്ള പ്രത്യേകത ഇൽമുള്ള നല്ല ഉലമാ ഉണ്ട് എന്നുള്ളതാണ്. ഓരോരുത്തരും പെട്ടെന്ന് വിടവാങ്ങുമ്പോൾ പേടിയാണ് സഹോദരങ്ങളെ, വല്ലാത്ത പേടിയാണ്. വലിയ ഇൽമുള്ളൊരു മഹാനായിരുന്നു ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദ്, അല്ലാഹു ദറജേറ്റി കൊടുക്കട്ടെ. വലിയ ഇൽമുള്ള മഹാനായിരുന്നു. മംഗലാപുരം കാസർഗോഡ് ഭാഗത്തേക്ക് പരിപാടിക്ക് പോകുമ്പോൾ മിക്ക പരിപാടികളിലും ഉദ്ഘാടനത്തിന് ഉസ്താദ് ഉണ്ടാകും. ഞാൻ ആ ഉദ്ഘാടനത്തിന് മുമ്പ് അവിടുത്തെ ഉദ്ഘാടനം ഒന്ന് കേൾക്കാനായിട്ട്, കാരണം അതിലൊരുപാട് വിഷയങ്ങൾ പഠിക്കാനുണ്ടാകും. ഉസ്താദിന്റെ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ പ്രസംഗമാണെങ്കിലും നമുക്ക് പഠിക്കാൻ എമ്പാടും ഇൽമുകളുണ്ടാകും. എഴുതി വെക്കാൻ മാത്രം പോകുന്ന വലിയ വലിയ വിഷയങ്ങൾ. അവരൊക്കെ അളവ് നമുക്ക് മനസ്സിലാകണമെങ്കിൽ, ഒരു പ്രശ്നം നാട്ടിൽ വന്നാൽ ദീനിൽ ഒരു നിലക്കും മാറ്റല്ലാത്ത നല്ല പരിഹാരം മഹാന്മാര് പഠിപ്പിച്ചത് ഉയർത്തി പറയാൻ കഴിയുന്ന ഒരു കഴിവില്ലേ, അത് ചെറുതല്ല, വലിയ കഴിവ്. അത് പരിഹരിക്കുന്നിടത്ത് ആ ഉലമാഇന്റെ സാന്നിധ്യം ചെറുതല്ല, വളരെ വലുതാണ്. ആ പരിഹാരം പറയുമ്പോൾ നാട്ടുകാർ ജനങ്ങളൊക്കെ അതിന്റെ പിന്നിൽ നിന്ന് അനുസരിക്കണം. എന്താ കാരണം? അതാ പഠിപ്പിച്ച ഉലമാ പറഞ്ഞത് അങ്ങനെ തന്നെ അങ്ങോട്ട് പറയാനുള്ള കഴിവുണ്ട്. പിന്നെ തർക്കങ്ങൾ മാറി, പ്രശ്നങ്ങൾ മാറി. നിങ്ങൾ നോക്ക്, പഴയ കാലത്ത് ജീവിച്ച വലിയൊരു മഹാനാണ് അബു സഅദാത്ത് അഹ്മദ് കോയ ഷാലിയാത്തി നവ്വറല്ലാഹു മർഖദഹു. വലിയൊരു മുഫ്തിയാണ്. മഹാനവറുകൾക്ക് വന്ന ചോദ്യങ്ങൾ എടുത്തു നോക്കിയാൽ ഓരോ നാട്ടിലും പ്രശ്നമാണ്. കുടുംബത്തിലെ പ്രശ്നം, നിക്കാഹിന്റെ പ്രശ്നം, അതിര് പ്രശ്നം, വെള്ളത്തിന്റെ പ്രശ്നം, റൂമിന്റെ പ്രശ്നം, ഒരു റൂമിൽ നിന്ന് വേറെ റൂമിലേക്ക് കാട്ടിപ്പായിപ്പിച്ചപ്പോ ആ വാചകം കൊണ്ട് തൊലാക്ക് വരുമോ എന്നുള്ള പ്രശ്നം, എന്തെല്ലാം പ്രശ്നങ്ങളാണ്. പള്ളി കമ്മിറ്റിന്റെ പ്രശ്നം, മദ്രസ കമ്മിറ്റിന്റെ പ്രശ്നം, വഖഫ് സ്വത്തിന്റെ പ്രശ്നം, അതിലൂടെ റോഡ് വരാം, അന്നാളുടെ പ്രശ്നം വരാം, പറ്റാത്തുള്ള പ്രശ്നം, ഒരുപാട് വിഷയങ്ങൾ. അതവരങ്ങ് കെട്ടയിച്ചു കൊടുത്തപ്പോ ആ നാട്ടിലൊക്കെ വന്ന സമാധാനം എത്ര വലുതാണ്. പ്രശ്നങ്ങൾ തീർന്ന് ഐക്യത്തോടെ മുന്നോട്ട് പോകുന്ന ആൾക്കാർ ആ ഉസ്താദ് പഠിപ്പിച്ചെന്ന് ഇനി വേറെ അപ്പുറപ്പുറം ചിന്തിക്കണം. അതല്ലേ ഏറ്റവും വലിയ കഴിവ്. ഒരുപാട് ആലിമീങ്ങൾ അടുത്തടുത്തായി ഇടവാങ്ങിപ്പോയി. അല്ലാഹു അവർക്കൊക്കെ ദർജയേറ്റി കൊടുക്കട്ടെ. ഒരുപാട് മഹത്തുക്കൾ, അവരെ ഇൽമുണ്ടൊക്കെ ഒരുപാട് ഉപകാരങ്ങൾ നാട്ടിലുണ്ടായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ഇന്നലെ പറഞ്ഞില്ല, അബ്ദുൽ ഹക്കീം സഖാഫി, അള്ളാഹു അദ്ദേഹത്തിന് ദർജയേറ്റി കൊടുക്കട്ടെ. ഒരു കാലത്ത് അദ്ദേഹത്തിന്റെ പുസ്തകമായിരുന്നു ഇവിടെയുള്ള നമ്മളെ സഹോദരിമാരൊക്കെ നല്ലോണം അവലംബമാക്കിയത്. എത്രയോ ആയിരക്കണക്കിന് കോപ്പികൾ വിറ്റയിച്ച സ്ത്രീരക്തങ്ങൾ എന്നൊരു പുസ്തകം. അതിലൂടെ ഹൈദ്, നിഫാസ്, ഇസ്തിഹാദത്ത് തുടങ്ങിയ വിഷയങ്ങളിലെ മസ്അലകൾ വളരെ ഗഹനവും ലളിതവുമായി ചർച്ച ചെയ്ത് ഒരുപാട് ആളുകൾക്ക് ഉപകാരം കിട്ടിയിട്ടുണ്ട്. നല്ല കഴിവുള്ള വ്യക്തിത്വമായിരുന്നു. അവർക്കും
അവരുടെ ഉപ്പ എൻ്റെ ഉസ്താദ് കൂടിയായ ബഹുമാനപ്പെട്ട TC ഉസ്താദ് അടക്കം നമ്മിൽ നിന്ന് ഇവിടെ വാങ്ങിയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു തആല ദറജയേറ്റി കൊടുക്കട്ടെ. അവർ പഠിപ്പിച്ചെന്ന ഇൽമിന്റെ നഫ്അ് ഒരിക്കലും കുറവില്ലാതെ ഓരോ സെക്കൻഡിലും വർധനവോടെ അല്ലാഹു തആല അവർക്ക് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അപ്പോൾ ഒരു ആലിമിനുള്ള ദറജ ആ ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലദീന ഊത്തുൽ ഇൽമ ദറജാത്ത് യർഫഉൽ ആലിമ ഫൗഖൽ മുഅ്മിൻ ബി700 ദറജ. ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന്റെ ദറജക്ക് പുറമെ 700 ദറജയാണ് ഒരു ആലിമിന് അല്ലാഹു ഉയർത്തി കൊടുക്കുന്നത്. ആ ആലിമിന്റെ 700 പദവിന്റെ ഓരോ പദവിന്റെയും ഇടയിൽ കമാ ബൈന സമാഇ വൽ അർദ്, ആ സ്വർഗലോകത്തിന്റെ വിശാലത നമ്മൾ എത്ര വിശദീകരിച്ചാലും തീരില്ല. അതുകൊണ്ടാണ് ആഖിറത്തിന്റെ ദറജ പറഞ്ഞപ്പോ അബൂ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹി ഒറ്റ വാക്കിൽ ചുരുക്കി. മഹാനവറുകൾ പറഞ്ഞു, ആഖിറത്തിന്റെ ദറജ അത് പറഞ്ഞാൽ തീരൂല. കാരണം അതിനെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞൊരു വാക്ക് പറയാണ് സുഖം, ഫീഹാ മാലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമീഅത് വലാ ഖത്തറ അലാ ഖൽബി ബശർ. സ്വർഗത്തെ പറ്റി പറഞ്ഞപ്പോ എത്ര വിശദീകരിച്ചാലും തീരൂല. അപ്പൊ എങ്ങനെ പറയാം? ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തത്, ഒരു കാതും കേട്ടിട്ടില്ലാത്തത്, ഒരു മനുഷ്യന്റെ മനസ്സിലും പ്ലയം വരാത്ത ആകൃതിയിലും രൂപത്തിലും അള്ളാഹു സംവിധാനിച്ച സ്വർഗം. അങ്ങനെ പറയായിരിക്കും സുഖം. അവിടെ ദർജകൾ ഇങ്ങനെ കൂടി 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 എത്ര മുഅ്മിനീങ്ങൾക്കാണ് അല്ലാഹു തആല ദർജ കൊടുക്കുന്നത്. ഒരു ഹദീസിൽ കാണാം, ഇന്ന ഫിൽ ജന്നതി ദറജ. നമുക്കൊക്കെ പറ്റും ഈ ഹദീസ്, ലാ യനാലുഹാ ഇല്ലാ സലാസതു അഖ്സാം. സ്വർഗത്തിൽ ഒരു പദവിയുണ്ട്, 3 വിധം ആളുകൾക്ക് അത് ലഭ്യമാകൂ. ഒന്ന് ആദിലുൻ, നീതിമാൻ. ഭരണാധികാരിയെ പറ്റിയല്ല പറഞ്ഞത്, നീതിമാനായി വർത്തിക്കുന്ന ആള്, നീതിയോടെ പെരുമാറുന്ന ആള്. രണ്ടാമത്തത് ദൂ റഹ്മിൻ വാസിൽ, കുടുംബ ബന്ധം ചേർക്കുന്ന കുടുംബക്കാരൻ, ബന്ധം ചേർക്കുന്ന കുടുംബക്കാരൻ. അത് നല്ല ഒരവസ്ഥയാണ്, നല്ല ഒരു സ്വഭാവമാണ്. മൂന്നാമത്തത് ദൂ ഇയാലിൻ സബൂർ, ഒരുപാട് സന്താനങ്ങളുണ്ട്, ക്ഷമയോടെ കഴിയുന്നവൻ. ഞങ്ങളൊക്കെ കൊണ്ട് ഇടങ്ങേറായി ബുദ്ധിമുട്ടായി എന്നുള്ള ലെവലല്ല, ക്ഷമിച്ച്. അതെ, ചെറിയ ക്ഷമൊന്നല്ല. എത്ര കുട്ടികളാ? 4 ആളുണ്ട്. 4 ആളെന്നെ ഉസ്താദെ താങ്ങാവുന്നതിലപ്പുറം. അതെന്തേ? അത് അവരെ പിന്നെ പോറ്റാനുള്ള ചെലവിനുള്ള വകുപ്പില്ലായിട്ടല്ല, അവരെങ്ങനെ എല്ലാ കാര്യത്തിലും മേച്ചു കൊണ്ട് നടക്കാനുള്ള ഒരു പ്രയാസം. അപ്പൊ ഈ 4 തന്നെ സഹിച്ചാൽ തന്നെ മതിയല്ലോ എന്ന് കരുതി. ഒരുപാട് സന്താനങ്ങളും സ്വബൂറുമായ ആള് എന്ന് പറഞ്ഞപ്പോ അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, നബിയെ, ഒരുപാട് മക്കളുള്ള ആളെ സ്വബൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് കുട്ടികളുള്ള ആളെ ക്ഷമ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ തങ്ങൾ പറഞ്ഞു, ലാ യമുന്നു അലാ അഹ്ലിഹി മാ യുൻഫിഖു അലൈഹി. അതിന് കഴിയോന്നറിയില്ല. ചെലവാക്കിയതിന്റെ അളവും കണക്കും കുടുംബക്കാരോട് പറഞ്ഞ് എടുത്തു പറഞ്ഞവരെ ബുദ്ധിമുട്ടാക്കൂല. നിങ്ങൾക്ക് വേണ്ടി ഞാൻ എത്ര ഇവിടെ കൊണ്ടുവരുന്ന നിങ്ങൾക്കറിയോ? എന്ന് പറഞ്ഞത് എടുത്തു പറയൂല എന്ന് പറഞ്ഞാൽ അതും നല്ല സ്വബറോടുകൂടെ ക്ഷമയോടുകൂടെ കൊണ്ടുവരേണ്ടതൊക്കെ കൊണ്ടുവന്ന് സഹിച്ച് മുന്നോട്ട്. ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, എമ്പാടും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഒരുപാട് മക്കളുണ്ടാകുമ്പോൾ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. സഹിച്ചും ക്ഷമിച്ചും മുന്നോട്ട് നീങ്ങുന്നതാണ്. ഈ 3 വിധം ആളുകൾക്കും സ്വർഗത്തിലുള്ള ഒരു പദവിയുണ്ട്. അത് ചെറിയ പദവിയൊന്നുമല്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു. ദുനിയാവിൽ തന്നെ പദവിന്റെ വിഷയത്തിൽ മാറ്റമുണ്ട്. സ്വഹാബത്തിൽപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹും സുഹൈബ് റളിയല്ലാഹു അൻഹും അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാര് ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി അങ്ങനെ വരിവരിയായിട്ട് നിന്നൊരു സന്ദർഭത്തിൽ, അപ്പോ കുറെ പുറത്താരാണല്ലോ വെച്ചു. പുറത്തുള്ള ആൾക്കാർ പേരൊക്കെ പറഞ്ഞു. അബൂ സുഫിയാൻ എന്ന് പറഞ്ഞ സ്വഹാബിയാണ്. കുറെ കാലം കഴിഞ്ഞിട്ടാണ് ഇസ്ലാമിലേക്ക് വന്നെങ്കിലും വലിയ പ്രാഗൽഭ്യമുള്ള നേതാവാണ്. സുഹൈൽ ഇബ്നു അംർ ഹുദൈബിയ സന്ധിയിലൊക്കെ ആ ചർച്ചയ്ക്ക് നേതൃത്വം നൽകിയ നല്ല ബുദ്ധിമാനായ സ്വഹാബിയാണ്. സമ്മതം കിട്ടിയപ്പോൾ ആദ്യം ബിലാൽ റളിയല്ലാഹു അൻഹു സുഹൈബ് റളിയല്ലാഹു അൻഹു സമ്മതം കിട്ടിയത് ഈ നിൽക്കുന്ന സ്വഹാബത്തിന്റെ ഇടയിൽ. അബൂ സുഫിയാൻ വലിയ പ്രയാസമായി. നമ്മളൊക്കെ അവിടെ നിന്നിട്ട് ആദ്യം വിളിച്ചതാരെ? ബിലാൽ റളിയല്ലാഹു അൻഹു സുഹൈബ് റളിയല്ലാഹു അൻഹു വിളിച്ചത്.
അപ്പോ സുഹൈൽ ബിൻ അംർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് പ്രയാസപ്പെട്ടൊരു കാര്യമില്ല, അത് നമ്മളെ ഭാഗത്തു നിന്ന് ഉണ്ടായതാണ്. അതെ, അവരെയും ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു, നമ്മളെയും ക്ഷണിച്ചു. അവരാദ്യം പോയി, നമ്മൾ കുറച്ച് വൈകിട്ട് പോയി. അവരാദ്യം പോയി. ബിലാൽ റളിയല്ലാഹു അൻഹു സുഹൈബ് റളിയല്ലാഹു അൻഹു ആദ്യം ചെന്നു. ക്ഷണം കിട്ടിയപ്പോ തന്നെ, അന്ന് ക്ഷണം നമുക്കുണ്ട്, നമ്മളുണ്ടല്ലോ മക്കത്ത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ കുറച്ച് വൈകിട്ടാ ചെന്നത്. അപ്പൊ ആ മഹാൻ പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കവാടത്തിൽ തന്നെ ദർജ മാറ്റുണ്ടെങ്കിൽ പിന്നെ ആഖിറത്തിലെ അവസ്ഥ എന്തായിരിക്കും? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ബാബിൽ ഗേറ്റിൽ നിന്നിട്ട് തന്നെ ദർജകൾ വ്യത്യാസമുണ്ട്, എല്ലാവർക്കും ഒരേപോലെയുള്ള സ്ഥാനം മറ്റും കിട്ടുന്നില്ല എങ്കിൽ ഫകൈഫ തഫാവുതു ഫിൽ ആഖിറ, ആഖിറത്തിലുള്ള വ്യത്യാസം എങ്ങനെയായിരിക്കും? അത് നമുക്ക് ഓർക്കാൻ കഴിയോ? അതുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ വാതിൽക്കൽ നിന്നിട്ട് നിങ്ങൾ ആ മഹാന്മാരോട് അസൂയ വെക്കുന്നുണ്ടെങ്കിൽ ഫമാ അഅദ്ദല്ലാഹു ലഹും ഫിൽ ജന്നതി അക്സറു, സ്വർഗത്തിൽ അല്ലാഹു അവർക്ക് ഒരുക്കിയിരിക്കുന്ന ദറജ ഇതിനേക്കാളും എത്രയോ അധികമാണ്. അത് നമുക്ക് കണക്കാക്കാൻ കഴിയൂല. അതുകൊണ്ട് സഹോദരന്മാരെ, ദീനിന് വേണ്ടി അധ്വാനിക്കുന്ന ആളുകളോട് ഞാൻ പറയട്ടെ, നല്ലോണം അധ്വാനിക്കണം. പ്രവർത്തകന്മാരോട് പറയട്ടെ, മടിയന്മാരായിരിക്കരുത്. സേവന പ്രവർത്തനങ്ങളിൽ മുഴുകണം. നല്ല ഹൈറായ പ്രവർത്തനങ്ങളൊക്കെ എല്ലാവരും ചെയ്യണം. വെറുതെ ചടഞ്ഞ് വീട്ടിലിരിക്കുന്നവനും പുറത്തിറങ്ങി അധ്വാനിച്ച് പ്രവർത്തിക്കുന്നവനും തമ്മിൽ മാറ്റമുണ്ട്. ബൈനൽ മുജാഹിദി വൽ ഖാഇദി മിഅതു ദറജ, ദീനിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിക്കുന്നവനും വിശ്രമം എന്ന് കരുതി വീട്ടിലിരിക്കുന്നവനും തമ്മിൽ 100 ദറജയുടെ മാറ്റമുണ്ട്. ബൈന കുല്ലി ദറജതൈനി ഹുദുറുൽ ജവാദിൽ മുളമ്മരി 70 സന, ഓരോ 2 ദറജക്കിടയിലും 70 കൊല്ലം മെലിഞ്ഞ നല്ല പുള്ളിങ്ങുള്ള കുതിര ഓടുന്ന എത്ര ദൂരമുണ്ടോ അത്ര വിശാലതയുണ്ട്. ദീനിന് വേണ്ടി അക്ഷീണം യത്നിക്കുന്ന പ്രവർത്തകന്മാര് ധാരാളമുണ്ട്. കുടുംബത്തെയും അവർ പരിഗണിക്കും. പക്ഷേ അവരാ പരിഗണന നിശ്ചിത സമയങ്ങളിൽ ഒതുക്കി വെക്കും. ബാക്കി സമയങ്ങളിൽ നല്ല കരുത്തോടെ ദീനിന് വേണ്ടി പ്രവർത്തിക്കും. അള്ളാഹു അവർക്ക് ബറക്കത്ത് ഏറ്റി കൊടുക്കട്ടെ. ചിലര് പ്രവർത്തനത്തിലേക്കൊന്നും ഇറങ്ങൂല, കഴിവില്ലാത്തത് കൊണ്ടോ അറിവില്ലാത്തത് കൊണ്ടോ അല്ല. അവര് വീട്ടിൽ വിശ്രമ ജീവിതം നയിച്ചങ്ങനെ കൂടും. അവരെക്കാളും എത്രയോ മഹത്വം പ്രവർത്തകന്മാർക്കുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഇൽമു പഠിച്ചോളൂ. അല്ലാഹു ഖിയാമത്ത് നാളിൽ എഴുന്നേൽപ്പിക്കുമ്പോ അംബിയാഇനെ അല്ലാഹു ആദ്യം എഴുന്നേൽപ്പിക്കും. പിന്നെ അല്ലാഹു സ്ഥാനം കൊടുക്കുന്നത് ഉലമാഇനാണ്, ശുഹദാഇനാണ്. പിന്നെ മറ്റു സൃഷ്ടികൾക്ക് അവരെ ദറജ അനുസരിച്ചാണ്. ഉലമാഇന് മുന്നോട്ട് പോകാൻ വലിയ വകുപ്പുണ്ട്. ഇനി ആഖിറത്തിലെ സ്ഥാനം കിട്ടാൻ ദുനിയാവിലെ സ്ഥാനം തടസ്സമാകരുത്. ഇമാം സുയൂത്തി തങ്ങൾ കൊണ്ടുവന്ന തഫ്സീറിൽ അങ്ങനെ ഒരു ഹദീസുണ്ട്. മഹാനവറുകൾ പറഞ്ഞു, മാമിൻ അബ്ദിൻ യുരീദു അൻ യർതഫിയ ഫിദ്ദുനിയാ ദറജ, ദുനിയാവിൽ എനിക്ക് ആ സ്ഥാനം കിട്ടണം, ഈ സ്ഥാനം കിട്ടണം, അത് കിട്ടാതാകുമ്പോ വലിയ വിഷമം. പടച്ചോനെ, അവിടുത്തെ അധികാരം കിട്ടണം, ഇവിടുത്തെ അധികാരം കിട്ടണം. ദുനിയാവിൽ ഏത് സ്ഥാനത്തിനും ഉദ്ദേശിച്ചുകൊണ്ട് നെട്ടോട്ടം ഓടുന്നവരുണ്ടോ, അങ്ങനെ ഫർതഫഅ സ്ഥാനം കൊടുത്ത് അല്ലാഹു ഉയർത്തുകയും ചെയ്താൽ ഇല്ലാ വലഅഹുല്ലാഹു ഫിൽ ആഖിറതി ദറജതൻ അക്ബറ മിൻഹാ, അതിനേക്കാളും വലിയൊരു ദറജ ആഖിറത്തിൽ അല്ലാഹു താഴ്ത്തി കൊടുത്തു. ഇവിടെ കിട്ടിയ ദറജ, ഇവിടെ കിട്ടിയ സ്ഥാനത്തിന് വേണ്ടി, മോഹത്തിന് വേണ്ടി തേടി നടന്ന് അതിനു വേണ്ടി സത്യവും അസത്യവും ഒക്കെ പറഞ്ഞ് അള്ളാഹു ഒരു സീറ്റങ്ങ് കൊടുത്തു. ആ സീറ്റിന്റെ മേലെ പിടിച്ച് അവനങ്ങ് കയറി. അള്ളാഹു ദുനിയാവിലെ സീറ്റ് തന്നെ വലിയ സീറ്റാണെന്ന് കരുതി അവൻ നടക്കുമ്പോ ആഖിറത്തിൽ അള്ളാഹു അവന് വെച്ച സീറ്റൊന്ന് താഴ്ത്തി കൊടുത്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഓതിക്കൊടുത്തു സഹാബത്തിന്, വലൽ ആഖിറത്തു അക്ബറു ദറജാത്തിൻ വ അക്ബറു തഫ്ളീലാ, പരലോകം ഏറ്റവും കൂടുതൽ ദറജയുള്ള സ്ഥാനമാണ്, ദറജയുള്ള സ്ഥലമാണ്, ഏറ്റവും അധികം ബഹുമാനമുള്ള ലോകവുമാണ്. പരലോകത്ത് അത്ര ഗ്രേഡ്, അത്ര സ്ഥാനം ദുനിയാവിൽ കാണാൻ കഴിയൂല. പരലോകമാണ് ഏറ്റവും വലിയ ബഹുമാനമുള്ളത്. ചെറിയൊരു നറുക്ക് വീണാൽ തന്നെ കിട്ടുന്നത് വളരെ വലുതാണ്.
അതേ ഒരാൾ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നതിനേക്കാളും അപ്പുറമാണ്. അതിന് സഹോദരങ്ങളെ ഇനി ഒരു മാർഗമുണ്ട് നമുക്ക് വിശ്വാസികൾക്ക്. ആഖിറത്തിലെ ദറജ കിട്ടാൻ ഒരു വഴിയുണ്ട്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഒരു മാർഗമുണ്ട്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, ഇന്ന് നമ്മുടെ സമാപനമാണല്ലോ. ആ മാർഗത്തിലേക്ക് വേണ്ടി നമ്മൾ ജീവിതം തിരുത്തണം, തിരുത്തിയേ പറ്റൂ. എന്താണ് ഹദീസ്? ഇന്നൽ അബ്ദ ലയബ്ലുഗു ബിഹുസ്നി ഖുലുഖിഹി അളീമ ദറജാത്തിൽ ആഖിറ. ഒറ്റ പോയിന്റ്. ആഖിറത്തിലെ ദറജകൾ കിട്ടണോ? താല്പര്യമുണ്ടോ? ആഗ്രഹമുണ്ടോ? സ്വഭാവം നന്നാക്കിക്കോ. സൽസ്വഭാവം കൊണ്ട് മനുഷ്യൻ അടിമ ആഖിറത്തിലെ ഉന്നത ഗ്രേഡിലേക്ക് എത്തും, ഉയർന്ന ഗ്രേഡിലേക്ക്. എന്നിട്ട് അവിടെ ഹദീസിൽ പറഞ്ഞു ഇന്നഹു ലളഈഫുൽ ഇബാദ, ഇബാദത്തൊക്കെ കുറവുള്ള ആളാണ്, വലിയ ഇബാദത്തൊന്നുമില്ല, ഫർദൊക്കെ നിസ്കരിച്ച് ആകുന്ന സുന്നത്ത് നിസ്കരിച്ചു, പക്ഷെ സ്വഭാവം ക്ലിയർ സ്വഭാവം. ഞാൻ ദർജ അങ്ങോട്ട് കൂടുതൽ കിട്ടും. അല്ലാഹു തൗഫീഖ് തരട്ടെ. സ്വഭാവം നന്നാകണമെങ്കിൽ എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന 3 ഉപദേശം. ഏത് സ്വഭാവം നന്നാകാൻ 3 ഉപദേശം. എന്താണത്? തഅഫു അമ്മൻ ളലമക വതസിലു മൻ ഖതഅക തുഅതി മൻ ഹറമക. അത് 3 സ്വീകരിക്കുക. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? അന്യായം ചെയ്തവരോട് മാപ്പ് കൊടുക്കുക. അപ്പൊ തന്നെ കുറെ ആൾക്കാർ തലാത്ത്. എന്താ അവസ്ഥ? ഇവിടെ കുറച്ചെങ്കിലും പിടിച്ചു നിന്നാലല്ലേ കുറച്ചെങ്കിലും കിട്ടുള്ളൂ. ളുൽമ് ചെയ്തവർക്ക് മാപ്പ് കൊടുക്കുക. സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ ദിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ പറ്റി കോടതിയിൽ ഒരു കേസ്. കോടതി വിളിപ്പിച്ചു. പോയി നോക്കുമ്പോ പരാതിക്കാർ ഒരുപാട് പ്രശ്നമൊന്നുമില്ല. എല്ലാവർക്കും പ്രതി അഹ്മദുൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹു. പരാതിക്കാരോട് പരാതി ഉന്നയിക്കാൻ പറഞ്ഞു. വാദം ഉന്നയിക്കുന്നവരോട് ആദ്യം പറയൽ, പിന്നല്ലേ പ്രതിയോട് ചോദിക്കും. വാദത്തിലിരിക്കുന്ന ഒരാൾ പറഞ്ഞു, ഈ ഇരിക്കുന്ന അഹ്മദുൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹു വീടിന്റെ പടിഞ്ഞാറ് വശം വെച്ചിരിക്കുന്ന കൃഷിത്തോട്ടവും അടങ്ങുന്ന കുറച്ച് സ്ഥലമുണ്ട്, അതെനിക്ക് അവകാശപ്പെട്ടു. അയാളെ വാദം കഴിഞ്ഞോട്ടിരുന്നു. ജഡ്ജി ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? അഹ്മദുൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹു അയാൾ പറഞ്ഞത് ശരിയാണ്, അത് അയാളുടേതാണ്. രണ്ടാമത്തെ ആൾ വേറൊരു സ്ഥലം പറഞ്ഞു. മഹാനവറുകൾ പറഞ്ഞു അത് ശരിയാണ്, അത് അയാളുടേതാണ്. പരാതിക്കാരൊക്കെ വായിച്ചപ്പോഴും മറുപടി ഒന്ന്, ശരിയാണ്, അത് അയാളുടേതാണ്. അപ്പൊ ജഡ്ജി ചോദിച്ചു അവസാനം, പിന്നെ എത്ര ഉള്ളെങ്കിൽ ഇത് അവിടുന്ന് തീർത്താ പോരെ, ഇങ്ങോട്ട് വരണം, ഇവിടെ എത്ര കേസുണ്ട്, എന്നാ വേറെ ഏതെങ്കിലും കേസ് ഇന്ന് ഫയൽ ചെയ്തിട്ട് ആളുകളെ വിളിച്ചാൽ മതിയായിരുന്നു. കെട്ടുകണക്കിന് കേസുകൾ ഓരോ ദിവസം തീർപ്പാക്കേണ്ടത്. ഇതിപ്പോ പ്രശ്നമല്ലല്ലോ, തർക്കം ഉണ്ടെങ്കിലല്ലേ ഇവിടെ തീർക്കേണ്ടേ ഉള്ളൂ. നിങ്ങൾ വാദം ഉന്നയിച്ചു, മൂപ്പര് സമ്മതിച്ചു, അപ്പൊ അത് വീട്ടിൽ വെച്ച് തീർത്താ പോരെ, പിന്നെ എന്തിനത് കോടതിയിൽ കൊണ്ടുവന്നത്? അവിടെ എണീറ്റ് നിന്നു അഹ്മദുൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ പറഞ്ഞു, ഇവരൊക്കെ എന്റെ പരിസരത്തുള്ള സ്ഥലങ്ങളാണല്ലോ പറഞ്ഞത്, പരിസരത്തുള്ള സ്ഥലങ്ങളാണല്ലോ ഇവരൊക്കെ പറഞ്ഞത്. അതേ സമയത്ത് ഞാൻ താമസിക്കുന്ന വീടും ഞാൻ ഉറങ്ങുന്ന എന്റെ കട്ടിലും എന്റെ വീട്ടിലേക്കുള്ള വഴിയും കുടിക്കുന്ന വെള്ളവും അവകാശപ്പെട്ട് വന്നാലും ഞാൻ അത് വിട്ടുകൊടുക്കും. ആഖിറത്തിൽ മറ്റൊരാളുടേതെന്ന് പറയാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ കയ്യിൽ വെച്ചിരിക്കുന്നതിനെ പറ്റി മറ്റൊരാളുടേത് എന്ന് പറഞ്ഞു വരാൻ ആഖിറത്തിൽ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഇവർ എന്ത് ചോദിച്ചാലും കൊടുക്കാൻ ഞാൻ സന്നദ്ധനാണ്. അതോ ചോദിച്ച പരാതിക്കാര് കുടുംബക്കാര് തന്നെയാണ്. അവര് വന്ന് കാൽക്കൽ വീണ് മാപ്പ് ചോദിച്ചു, ക്ഷമ ചോദിച്ചു, പൊരുത്തപ്പെട്ട് തരണം. മഹാനവറുകൾ എന്ത് ചെയ്തു? നിങ്ങൾ കോടതിയിലെത്തിയിട്ട് കേസ് കൊടുത്തിട്ട് എന്നെങ്ങനെ ആക്കിയില്ലേ? നിങ്ങൾക്ക് ഒരു നൽക്കും പൊരുത്തപ്പെട്ടില്ല? ഇല്ല, ഞാൻ എല്ലാവർക്കും പൊരുത്തപ്പെട്ടു. അന്യായം പറഞ്ഞവർക്ക് മാപ്പ് കൊടുക്കുക, ദുൽമ അക്രമം ചെയ്തവർക്ക് മാപ്പ് കൊടുക്കുക. ശിഷ്യന്മാരെ കൂട്ടുന്ന 2 ശിഷ്യന്മാർ തർക്കണ്ടായിട്ട് പള്ളിന്റെ ഉള്ളിൽ ആണ് കിടക്കുന്നത്. അപ്പൊ ഒരു ശിഷ്യൻ തഹജ്ജുദിന് എണീക്കുമ്പോ അടിക്കാൻ വേണ്ടിയിട്ട് മറ്റേ ആൾ കാത്തിരിക്കുക. അങ്ങനെ എണീക്കുന്നു നോക്കി ഇങ്ങനെ കാത്തിരിക്കുമ്പോ ഒരു നേലിങ്ങനെ കാണുന്ന ഒരാൾ പോകുന്നത്, നല്ല അടിയടിച്ചു.
എതിരാളിയാണ് നേരത്തെ കച്ചറ ഉണ്ടാക്കിയിട്ട് കിടന്ന ആളാന്ന് കരുതിയിട്ട് അടിക്കുന്നത്. പക്ഷെ അടി കുറെ കിട്ടിയിട്ട് പ്രതികരണം ഒന്നും കാണുന്നില്ല. അപ്പൊ അടിക്കുന്ന ആൾക്ക് എന്നെ സംശയം പോയി, എന്താ മുമ്പ് തിരിച്ചടിക്കാത്തത്? കുറച്ചു കഴിഞ്ഞ് നോക്കുമ്പോ അടിക്കേണ്ട ആള് വേറെ സ്ഥലത്ത് നിന്ന് എണീറ്റ് വരുന്നുണ്ട്. അപ്പൊ അടിച്ച ആൾക്ക് സംശയം, ഞാൻ ആരെ അടിച്ചത്? പിന്നെ വെളിച്ചം വന്നു നോക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, അടിച്ചത് ഉസ്താദിനെയാണ്. ശിഷ്യൻ ചിന്തിക്കുന്നു, ഞാൻ എന്താ ഇപ്പൊ ചെയ്യാ? അടി കൊടുത്തത് ആർക്കാണ്? ഉസ്താദിന്റെ അടുത്ത് പോയപ്പോ ഉസ്താദ് പറഞ്ഞു, നീ എന്നെ അടിക്കുമ്പോ എന്നെ എനിക്ക് പുറത്തുതരാൻ ഞാൻ അള്ളാഹിനോട് ചോദിക്കുന്നുണ്ട്. ഓരോ അടി എന്നെ അടിക്കുമ്പോഴും എനിക്കറിയാം നീ പേച്ചടിക്കാണ്, അതുകൊണ്ട് ആ ടൈമിൽ തന്നെ നിനക്ക് മാപ്പ് തരാ ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതോടുകൂടെ രണ്ടാൾക്കാരെയും വിളിച്ച് ഇമാം അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ മസ്ലഹത്താക്കി പ്രശ്നം തീർത്തു. നിങ്ങൾ നോക്ക് അവരെ വിശാലത. എന്ത് ദുൽമ ചെയ്താലും മാപ്പ് കൊടുക്കുക. അതുകൊണ്ട് ലോകം തീരുന്നില്ലല്ലോ, അവിടെ ലോകല്ലേ. വിട്ടുകൊടുക്കുക. വിട്ടുകൊടുക്കുമ്പോ നമ്മളും നന്നായി, അവരും നന്നായി. അവർക്കും അള്ളാഹിന്റെ അടുക്കൽ കേസില്ല, നമുക്കും കേസില്ല. ചൊറയായി നിന്നാ രണ്ടു കൂട്ടരും പിന്നെ അതിന് തീരുമാനം പറഞ്ഞിട്ടില്ലാതെ അവിടെ നിന്ന് വിടൂലല്ലോ. ഇതൊരു പ്രശ്നമാണ്. ഉമ്മമാരോട് പറയട്ടെ, പിണക്കങ്ങളൊക്കെ മാറ്റും, വിട്ടുവീഴ്ച ചെയ്യുക, പിണക്കങ്ങൾ മാറ്റും. പിണങ്ങി നിൽക്കാണ് ആരോട്? ഒരാങ്ങളയോട്, ഒരു സഹോദരനോട് പിണങ്ങി നിൽക്കുക. എന്താ കാരണം? അവിടെ കല്യാണത്തിന് വന്നില്ല എന്നുള്ളതാണ് കേസ്. സംഗതി ഒരു കേസ് തന്നെയാണ്, പക്ഷേ ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടാകും. എന്നാലും ദീർഘിപ്പിച്ചു കൊണ്ടുപോകാതെ വിട്ടുവീഴ്ച ചെയ്യും. വിഷമം ഉണ്ടാകും, ആർക്കാണെങ്കിലും വിഷമം ഉണ്ടാകും, എന്നാലും വിട്ടുവീഴ്ച ചെയ്യണം. സാരല്ല മനസ്സിലുണ്ട്. അല്ലാതെ മനസ്സിലെന്ത് കരുതരുത്, ഒരു ചാൻസ് വരട്ടെ, നന്നായിട്ട് തിരിച്ചങ്ങോട്ട് കൊടുക്കണം, അങ്ങനെ കരുതാൻ പാടില്ല. അങ്ങനെ കരുതുമ്പോ ഈ വിട്ടുവീഴ്ചക്ക് മനസ്സ് മുന്നിൽ വരൂല, പുറത്തു കൊടുക്കാൻ തോന്നും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ശൈലി അതല്ലേ. ഇന്നും ലോക ചരിത്രത്തിൽ തിളങ്ങി നിൽക്കുന്ന ഏറ്റവും സുന്ദരമായ ചരിത്രം അവിടുത്തെയും കുടുംബത്തെയും ശിഷ്യന്മാരെയും വലിയ വലിയ മർദ്ദനങ്ങൾക്ക് വിധേയമാക്കുകയും സാമ്പത്തിക ബഹിഷ്കരണമടക്കമുള്ള ബഹിഷ്കരണങ്ങൾ നടപ്പിലാക്കുകയും ചെയ്ത മക്ക നിവാസികളോട് 8 വർഷത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചല്ലോ, എന്നിൽ നിന്ന് നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? അവരെല്ലാവരും ഏക സ്വരത്തിൽ പറഞ്ഞു, ഖൈറൻ, നല്ലത് മാത്രമാണ് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അഖൂലു ലക്കും കമാ ഖാല അഖീ യൂസുഫ്, എന്റെ സഹോദരൻ യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞതുപോലെ നിങ്ങളോട് ഞാൻ പറയുന്നു, ഇദ്ഹബൂ ഫഅൻതും തുലഖാ, നിങ്ങൾ എല്ലാവരും വീട്ടിലേക്ക് പോയിക്കോളൂ, ആർക്കും പ്രതികാരമില്ല. ലാ തസ്രീബ അലൈക്കുമുൽ യൗം, നിങ്ങളോട് ഒരു പ്രതികാരവുമില്ല, നിങ്ങൾ മോചിതരാണ്, സ്വതന്ത്രരാണ്, എല്ലാവരും പോയിക്കോളൂ. വധഭീഷണിമയൊക്കെ എത്ര ആളുകൾക്ക് അന്നത്തെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാപ്പ് കൊടുത്തത്? തങ്ങളെ കൊല്ലാൻ വേണ്ടി, സ്വഹാബത്തിനെ വധിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയ ആളുകളെ കൂട്ടത്തിൽ എത്ര പേരുണ്ടെന്ന്? ഒരുപാട് ആളുകൾ. ഈ മക്കയിൽ കണ്ടാൽ വധിക്കണമെന്ന് തങ്ങൾ പറയുകയും മക്കയിൽ കാണാത്തത് കൊണ്ട് മദീനയിലെത്തിയിട്ട്, മദീനയിൽ വന്നപ്പോ മക്കയിൽ നിന്നെ കണ്ടാ വധിക്കണം കരുതി, ഏതായാലും ഇവിടെ നിന്നോട്ടെ എന്ന് കരുതിയിട്ട് അവിടെ വധശ്രമം നടത്തിയില്ല, മാപ്പ് കൊടുത്തു അബൂജഹലിന്റെ മകൻ ഇക്രിമ റളിയല്ലാഹു അൻഹുവിന്. അതൊക്കെ എപ്പോഴും തിളങ്ങി നിൽക്കുന്ന പാഠങ്ങളാണ് എല്ലാവർക്കും. ഞാൻ നീട്ടി പറയല്ല. ബന്ധം മുറിച്ച ആളുകളോട് ബന്ധം ചേർക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബന്ധം മുറിച്ച് പട്ടിണി കിടത്തിയ ആളുകളാണ് മക്കക്കാർ. പച്ചിലയാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷിച്ചത്, ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അടക്കം. ആ ആളുകളുടെ ഭക്ഷണം, അവർക്കുള്ള ഭക്ഷണം സുമാമത്ത് ബിൻ ഉസാൽ റളിയല്ലാഹു അൻഹു നിർത്തലാക്കിയപ്പോ, മഹാനവറുകളെ കളിയാക്കിയതുണ്ട്. ഭക്ഷണത്തിന്റെ ഗോഡൌൺ അടച്ചു കളഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചുകാലം അങ്ങനെ വിഷമിക്കട്ടെ എന്നല്ല പറഞ്ഞത്. ഭക്ഷണം മുടക്കാൻ പാടില്ല, അത് മനുഷ്യന്റെ അവകാശമാണ്, അത് വിട്ടുകൊടുക്കണം. മുറിച്ച ആളുകളോട് ബന്ധം ചേർക്കണം. അതാണല്ലോ യഥാർത്ഥ ബന്ധം. നിനക്ക് തടഞ്ഞവർക്ക് നീ കൊടുക്കണം. നീ കുറെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ എങ്ങോട്ടൊന്നും കിട്ടുന്നില്ല എന്ന് കാണുമ്പോൾ നീ നിർത്തരുത്. അയാൾ തരുന്നില്ല എന്ന് കാണുമ്പോൾ പിന്നെയും കൊടുക്കണം. എന്തിന്? അയാളെപ്പറ്റി, അയാളുമായി ബന്ധപ്പെട്ട് നിനക്കൊരു കേടില്ലാതിരിക്കാൻ കൊടുക്കുന്നതുകൊണ്ട് എപ്പോഴെങ്കിലും അയാൾ നന്നായി മാറാൻ. അങ്ങനെ എത്രയോ നന്നായവരുണ്ട്, ഞാനൊന്നും പരത്തി പറയുന്നില്ല. ഹുസ്നുൽ ഖുലുഖ് കൊണ്ട് സ്വർഗത്തിൽ ഏറ്റവും വലിയ ദറജ കരസ്ഥമാക്കാൻ കഴിയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നല്ല സ്വഭാവങ്ങൾ, നല്ല പെരുമാറ്റങ്ങൾ കുടുംബ ജീവിതങ്ങളിൽ അയൽക്കാരോട്, നമ്മുടെ കൂട്ടുകാരോട്, കുടുംബക്കാരോട്, സതീർത്ഥ്യരോട്, ചെറിയവരോട്, മുതിർന്നവരോട്,
പ്രായമുള്ളവരോട് നല്ല പെരുമാറ്റം, നല്ല സ്വഭാവം കൊണ്ട് ദറജാത്തുൽ ആഖിറ, ആഖിറത്തിലെ ഉന്നതമായ ഗ്രേഡുകൾ എത്തിക്കാൻ കഴിയും. വഇന്നഹു ലയബ്ലുഗു സൂഅ ഖുലുഖിഹി, ഒരു മനുഷ്യൻ ദുസ്വഭാവം കൊണ്ട് ബിസൂഇ ഖുലുഖിഹി, ദുസ്വഭാവം കൊണ്ട് അവൻ എത്തും അസ്ഫല ദറജത്തിൻ ഫീ ജഹന്നം, ജഹന്നമിലെ ഏറ്റവും അടിയിലെ കുഴിയിലേക്ക് എത്തും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ദുസ്വഭാവം കൊണ്ട് മനുഷ്യൻ എത്തുന്നത് അങ്ങോട്ടാണ്, സൽസ്വഭാവം കൊണ്ട് ഉയർന്ന സ്ഥാനത്തേക്കാണ് മനുഷ്യന്മാർക്ക് എത്താൻ കഴിയുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ആഖിറത്തിലെ ദറജ അക്ബറു തഫ്ളീല, കൂടുതൽ ശ്രേഷ്ഠതയും കൂടുതൽ പദവിയും കൂടുതൽ മഹത്വവും ഉള്ളതാണ്. നല്ല നിലക്ക് ഈമാൻ ഉറപ്പിച്ച് ആഖിറത്തിലെ ദറജകൾ കരസ്ഥമാക്കുന്നവരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ദുനിയാവിന്റെ മികവ് കൊണ്ട് ആഖിറം നഷ്ടപ്പെടാത്ത ആളുകളിൽ അല്ലാഹു പെടുത്തി തരുമാറാകട്ടെ.